കാത്തിടാം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമുക്ക് ഒരുപാട് വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിവതും ഗ്യാപ്പ് ഫില്ല് ചെയ്തൊന്ന് ഇരുന്ന് എല്ലാവരും സഹകരിക്കണം. പിന്നെ നമുക്ക് ഇപ്പം മൂർത്തി സാർ ഉടൻ തന്നെ എത്തും. അപ്പോൾ പ്രോഗ്രാമിനിടയിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ ആദ്യം തന്നെ കഴിവതും നമ്മൾ ഫില്ല് ചെയ്ത് എല്ലാം ഇരിക്കുക. അപ്പോൾ തന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ, നമ്മുടെ മൊബൈൽ ഫോൺസ് എല്ലാവരും ഒന്ന് സൈലന്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സൈലന്റ് മോഡിലേക്ക് ഇടുക. അപ്പോൾ നമ്മളെല്ലാം ആവശ്യയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മോദി സാറ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് അപ്പോൾ എല്ലാ ലീഡേഴ്സും എത്രയും പെട്ടെന്ന് എൻട്രൻസിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കും. ഒന്ന് പ്രതികരിക്കുന്നില്ല. അപ്പം എനിക്ക് കിട്ടിയ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുകയാണ്. അപ്പം നമ്മുടെ RCM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, നമ്മളൊക്കെ സെക്കൻഡ് ഗാന്ധി എന്ന് വിളിക്കുന്ന നമ്മുടെയൊക്കെ സ്വന്തം TCG, ആ വലിയ മനുഷ്യനെ, ആ വലിയ വ്യക്തിത്വത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സൗത്ത് ഇന്ത്യയിൽ നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മളുടെ എല്ലാം ഗുരുവായിട്ടുള്ള ശ്രീ ഗോപകുമാർ സാർ, അദ്ദേഹത്തെ ഞാൻ ഇന്ന് ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ലീഡേഴ്സിനെ മറന്നുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ എല്ലാ ഫംഗ്ഷനിലും നമ്മുടെ വിശിഷ്ടാതിഥിയെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് സ്വാഗതം ചെയ്തെങ്കിൽ, പക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് പ്രയോറിറ്റി നമ്മുടെ വിശിഷ്ടാതിഥിയെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. കാരണം RCM അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പിൻ ലെവലിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ ഒക്കെ അഭിമാനം, സൗത്ത് ഇന്ത്യയുടെ അഭിമാനം, RCMിലെ നമ്മുടെ സൗത്ത് ഇന്ത്യ, RCMിൽ ഇന്ത്യയിൽ മുഴുവൻ അറിയിച്ച നമ്മുടെയൊക്കെ വഴികാട്ടി, അദ്ദേഹത്തെ എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. അതിന് വാക്കുകൾ കിട്ടാൻ പ്രയാസമാണ്. കാരണം നമുക്ക് എന്താണ് പറയാ, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നാണ് നമ്മൾ ഇന്ന് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? സഫയർ എന്ന് പറഞ്ഞ പിന്നെ കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്ത നമ്മുടെയൊക്കെ ഗുരു, ഒരു RCMിലെ പിതൃതുല്യൻ, ഒരു സഹോദരൻ, ഒരു ജ്യേഷ്ഠ സഹോദരൻ, എന്ത് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. ആ നമ്മുടെയൊക്കെ സ്വന്തം CRN മൂർത്തി സാർ സഫയർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം.
അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടാവും അല്ലേ? അപ്പം എന്താണ് RCMൽ നമ്മുടെയൊക്കെ അമ്മ, ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അഖില മാഡത്തിന്, RCMകാരുടെ അമ്മ. ആ അഖില മാഡത്തിനെ, സഫയർ അഖില മാഡത്തിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി കേരളത്തിന്റെ പരശുരാമൻ ശ്രീ സുജിത് സാർ ഇന്ന് RCMലെ കോർ ലീഡർ കൂടിയാണ്. ശ്രീ സുജിത് സാറിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹരിപ്പാട് ടീം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഈ പ്രസന്റിൽ ഈ സ്റ്റേജിൽ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെ ഏറെ ആഗ്രഹിച്ചു, വളരെ എന്റെ വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് ഈ സ്റ്റേജിൽ ഇല്ലാത്ത വളരെ സങ്കടമായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്വന്തം ഹേമന്ത് കുമാർ സാർ, RCMലേക്ക് എത്തിക്കുന്ന സിംഹം, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മൾ സുജിത് സാറിനെ കേരളത്തിന്റെ പരശുരാമൻ എന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ ഞാൻ വിശേഷിപ്പിക്കും ആലപ്പുഴ പരശുരാമൻ. കാരണം ആലപ്പുഴ ജില്ലയിൽ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ടുവന്ന് ഇന്ന് നമുക്കൊക്കെ വഴികാട്ടിയ, നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ നടത്തുന്ന, നേർവഴിക്ക് നടത്തുന്ന നമ്മുടെയൊക്കെ സ്വന്തം ലീഡർ, നമ്മുടെ ഗുരു ശ്രീ ശൈലേഷ് സാർ, സ്റ്റാർ അച്ചീവർ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെയൊക്കെ മാത്രം സ്വകാര്യ അഹങ്കാരം, RCMല് ഇന്ത്യയിൽ ആർക്കും ഒരു ടീമിനും കിട്ടിയിട്ടില്ലാത്ത ആലപ്പുഴ ടീമിന്റെ സ്വകാര്യ അഹങ്കാരം, വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ടെക്നിക്കൽ അച്ചീവർ എന്ന് പറയുന്ന പില്ലവൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത നമ്മുടെയൊക്കെ സ്വന്തം ഒരു അനിയനാണ്, ജ്യേഷ്ഠനാണ്, ഗുരുവാണ്, ഈ ലെവലിലെല്ലാം നിൽക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീ അക്ഷയ് സാർ, സ്റ്റാർ പേൾ അക്ഷയ് സാറിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഞാൻ നീട്ടുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി വൈകി. നമുക്ക് ഹരിപ്പാട് ഒരുപാട് സ്റ്റാർ പ്ലാറ്റിനം ലീഡേഴ്സ് ഉണ്ട്. ഞാൻ മാത്രമേ കാണത്തുള്ളൂ നിയമം കൊണ്ടുവരാൻ വേണ്ടി. കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒന്നും ബിസിനസ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന ചെറിയ പിള്ളേരുടെ മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമ്മുടെ അല്ല. ഞാൻ പറയും വരും തലമുറയുടെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഏൺ ചെയ്യാൻ പോകുന്ന ഒരു മേഖല നമ്മുടെ RCM തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും ഇനിയുള്ള സമയം ഒരു ടൈം പോലും, ഒരു മിനിറ്റ് പോലും കളയാതെ ചടങ്ങിലേക്ക് കിടക്കാം. കഥകൾ ഒത്തിരി പറയാനുണ്ട്, സമയമില്ല അല്ലേ? ഒത്തിരി കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്, സമയമില്ല. തീർച്ചയായിട്ടും വല്ലപ്പോഴും കിട്ടുന്നതാണ് അല്ലേ? ഇനി അടുത്ത റാങ്കിൽ കിട്ടിയാൽ കിട്ടി. അപ്പൊ നമുക്ക് ആദരിക്കുന്ന ചടങ്ങിലേക്കാണ്. അപ്പം പൊന്നാട അടിച്ച് ആദരിക്കാൻ വേണ്ടി സുഷമ അരവിന്ദ് ആൻഡ് ഹസീന അവരെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാക്കാൻ വേണ്ടി മൂർത്തി സാറിനെ, അഖില മാഡത്തിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നല്ല കാണുന്നു. ഇച്ചിരി കൂടെ അങ്ങോട്ട് നീങ്ങിയാൽ മതി. കൈയടിക്കാൻ മറന്നു പോകണ്ട, ഒരു വിമർശനം വെച്ചല്ലോ. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് മൊമെന്റോ ആണ്. ഷീൽഡ് കൊടുക്കാൻ വേണ്ടി ശൈലേഷ് സാറിനെ, വൈഫിനെ സ്വീകരിക്കാൻ വേണ്ടി മൂർത്തി സാറിനെ, അഖില മാഡത്തെ ക്ഷണിച്ചു. ഇവിടെ കൈയടിക്കാം.
ഓക്കെ, താങ്ക് യു ശൈലേഷ് കുമാർ സാറേ. നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഒത്തിരി അറിവുകൾ RCMലൂടെ എനിക്കും കിട്ടാനുണ്ട്, നിങ്ങൾക്കും കിട്ടാനുണ്ട്. ഞാനൊരു 10 മാസമായുള്ള RCM വന്നെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അറിവുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇനി വരുമാനം കിട്ടത്തില്ല. പുതിയ അറിവുകൾ നേടിയെങ്കിൽ മാത്രമേ RCMലൂടെ നമുക്ക് വരുമാനം ലഭിക്കുള്ളൂ, അല്ലെ? പുതിയ അറിവുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കാം. അത് ചെയ്യേണ്ട അത്ര പണിയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി നിർത്തുക, അല്ലേ? ഫ്രീ മനസ്സോടെ ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ കോഴിക്കോട് പണ്ടൊരു വേടൻ ഉണ്ടായിരുന്നു. ഈ വേടൻ കാട്ടിൽ നിന്ന് വിറക് വെട്ടിയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം വിറകൊക്കെ വെട്ടി ഒരു മരത്താളിലിരുന്നു. ആൾ ഉറങ്ങിപ്പോയി. ഉണർന്നെണീറ്റ് വന്നപ്പോഴത്തേക്ക് വേടന്റെ മഴ കാണാനില്ല. അല്ലെ, വേടന്മാർക്ക് ഒരു ദൈവമുണ്ട്. വനദേവതയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. വനദേവത പ്രത്യക്ഷപ്പെട്ടു. വേടനോട് ചോദിച്ചു, എന്താണ് നിന്റെ വിഷമം? കണ്ടില്ല, എന്റെ ഉപജീവന മാർഗമായ മഴ കാണാനില്ല. അപ്പൊ ദേവത ഒരു സ്വർണ്ണ മഴ കാണിച്ചിട്ട് ചോദിച്ചു, നിന്റെയാണോ ഇത്? അപ്പൊ വേടൻ പറഞ്ഞു, ഇത് എന്റെ മഴുവല്ല. രണ്ടാമത് ഒരു വെള്ളി മഴ കാണിച്ചു, ഇത് നിന്റെയാണോ? ഇത് എന്റെ അല്ല. മൂന്നാമത് ഒറിജിനൽ ഇരുമ്പിന്റെ മഴ കാണിച്ചു, ചോദിച്ചു, നിന്റെ മഴുവാണ്? ഇത് എന്റെ മഴുവാണ്. ആ വേടനോടുള്ള വിശ്വാസം കൊണ്ട് ദേവത 3 മഴ വേടന് കൊടുത്തു. നീ 3 എടുത്തു, അല്ലേ? കാലങ്ങൾ കുറെ കടന്നുപോയി. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് സ്വന്തം ഭാര്യയെ കാണാനില്ല, അല്ലേ? പഴയ ആവർത്തി വീണ്ടും ആവർത്തിച്ചു. വനദേവതയോട് പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ടു. എന്താണ് നിന്റെ വിഷമം? കണ്ടില്ല, എനിക്ക് ആപ്പാട് ഒരു ഭാര്യ ഉള്ളായിരുന്നു, അത് കാണുന്നില്ല. അപ്പൊ നല്ല അതിസുന്ദരിയായ ഐശ്വര്യറായപ്പോൾ ഒരു പെണ്ണിനെ കാണിച്ചു വെച്ചു, ഇത് നിന്റെ ഭാര്യയാണ്? ആ, ഇത് എന്റെ ഭാര്യയാണ്. അപ്പൊ ദേവതയ്ക്ക് ഇതിനുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? ആദ്യം നല്ല മനസ്സിലായിരുന്നു, പണം കൂടിയപ്പോൾ അഹങ്കാരം കൂടിയോ. അല്ല, എന്താണ് നിന്റെ മനംമാറ്റത്തിന് കാരണം ചോദിച്ചപ്പോ വേടൻ പറഞ്ഞു, എനിക്ക് പഴയ ഒരു അനുഭവം കിടപ്പുണ്ട്. കാരണം ആദ്യം ഒറിജിനൽ അല്ലെ, ആദ്യം ഒരു നല്ലതിനെ കാണിക്കും, സെക്കൻഡ് കാണിക്കും, മൂന്നാമത് ഇതെല്ലാം കൂടെ നീ എടുത്തോളം പറഞ്ഞാൽ വലിയ പാടാണ് 3 ഭാര്യമാരെ നോക്കാൻ. കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ 3 ഭാര്യമാരെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് തന്നെയാണ്. ജീവിത ചെലവ് വർദ്ധിക്കുകയാണ്, അല്ലേ? വരുമാനം കണ്ണീര് പോലെ, ചെലവ് വിയർപ്പ് പോലെ. കണ്ണീര് എവിടെ വരുള്ളൂ? കണ്ണീന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ചെലവും. അങ്ങനെയാണെങ്കിൽ RCMലൂടെ ഒന്ന് മാനസികമായിട്ട് തയ്യാറായിട്ട് ഒറ്റ വർഷം 365 ദിവസം ആത്മാർത്ഥത്തോടെ ഒന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ മാനസികമായിട്ട്, കേട്ടോ. ഞാൻ 10 മാസങ്ങൾക്ക് മുമ്പ് ഒന്നിറങ്ങി, അല്ലേ? പലതും സംഭവിക്കാവുന്ന സംഭവിച്ചു. കാരണം എന്താണ്? ഒരു OTH ആകാൻ 10 മാസം കൊണ്ട് എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും. എന്നെക്കാളും കഴിവുള്ളവരെ എവിടെ ഇരിക്കുന്നു. അപ്പൊ മാനസികമായിട്ട് തയ്യാറായിട്ട് ഇറങ്ങാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് RCM, അത് പറഞ്ഞു തരാൻ വേണ്ടി ശ്രീ ഏറ്റവും ബഹുമാനപ്പെട്ട അഖില മൂർത്തി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്ലീസ് കം സർ. എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാം ഒരേ ചരടിൽ കോർത്ത TCG ഒന്ന് സ്മരിക്കാം. താങ്ക് യു. ഗുഡ് RCM. എന്നെ സാറ് നന്നായി പരിചയപ്പെടുത്തി. ഞാൻ അഖില മൂർത്തി. കഴിഞ്ഞ 10-15 വർഷങ്ങളായി RCM എന്ന ഒരു മഹാത്ഭുത ലോകത്ത് അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു പോരുന്നു. ഒരേയൊരു മകൻ ഹരിശങ്കർ തിരുവനന്തപുരം SUT മെഡിക്കൽ കോളേജിൽ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ശരിക്കും എന്റെയൊക്കെ ഒരു RCM ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറഞ്ഞാലും തീരില്ല. കാരണം ഈ 15 വർഷത്തെ എക്സ്പീരിയൻസ് അത്രയേറെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു നിങ്ങളോട് ഞാൻ എന്താ പറയാന്നുള്ളത്. സാറ് എയർഫോഴ്സിലിരിക്കെ, അതും ഒന്ന് ആലോചിക്കണം, സാറ് കോട്ടയം സ്വദേശിയാണ്, ഞാൻ മലപ്പുറം സ്വദേശിനി. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, അല്ലെ, എങ്ങനെയാണ് ആ വിവാഹം നടന്നത്? വല്ല ലവ് മാരേജോ ആണോ എന്ന് ഒരു പലർക്കും സംശയം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. സാറിന്റെ ആ ഒരു ഗവൺമെന്റ് ഉദ്യോഗം, കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗം, എയർഫോഴ്സ് ഉദ്യോഗം കണ്ടിട്ട് തന്നെയാണ് മലപ്പുറംകാരിയായ എന്റെ പേരൻസിന് ആ ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മകളെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. കാരണം ഒരുപാട് എനിക്ക് വന്ന പ്രപ്പോസൽസിൽ അധികവും ബിസിനസ്സുകാരുടെ പ്രപ്പോസലായിരുന്നു.
അപ്പൊ എന്തുകൊണ്ടോ എന്റെ അച്ഛൻ ബിസിനസ് ചെയ്ത് അതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം, ആ ഒരു അനുഭവം മകൾക്ക് ഉണ്ടാവരുതെന്ന് വെച്ചിട്ടായിരിക്കാം എന്നെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മൂർത്തി സാറിന്റെ പ്രപ്പോസൽ വന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കൂ, ആ ഒരു എയർഫോഴ്സ് ജീവിതത്തിൽ ഇരിക്കുകയാണ്, അതായത് ഒരു 18 വർഷം എയർഫോഴ്സ് സർവീസ്, ഒരു 18 വർഷം പൂർത്തിയായിരിക്കുകയാണ്. RCM എന്നുള്ളൊരു 3 അക്ഷരം നമ്മളെ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് അപ്ലൈൻ റൂബി ശ്രീ ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തിന് നല്ല കയ്യടി ആവാട്ടോ. അദ്ദേഹം ഈ RCM കോൺസെപ്റ്റുമായിട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിക്കണേ എന്താണ്, ഓക്കെ കുറച്ച് സാധനങ്ങൾ അന്ന് കഷ്ടിച്ച് 10-20 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഈ മേശപ്പുറത്ത് കാണുന്ന പ്രൊഡക്റ്റുകളിലും എന്താ പറയാ, അതിലെ സോപ്പ്, ചായപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തുണിത്തരങ്ങൾ, അങ്ങനെ ശരിക്കും എണ്ണി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എണ്ണി എടുത്താൽ 10-20 പ്രൊഡക്റ്റ് മാത്രമുള്ള സമയത്താണ് ഞങ്ങൾ RCM മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പം ഞാനാണെങ്കിലും മൂർത്തി സാറാണെങ്കിലും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ വളരെ നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആളുകളെ ചേർക്കുന്ന ഒരു പ്രസ്ഥാനം, കുറെ ആളുകൾ ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് ചേർക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം തട്ടിപ്പാണ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു മുൻധാരണ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോകുമാർ സാർ ഈ ഒരു ഇതുമായിട്ട് വന്നപ്പോൾ നമ്മൾ അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ അദ്ദേഹത്തെ ഒന്ന് സൂചിപ്പിക്കാനായിട്ടായിരിക്കാം മെമ്പർഷിപ്പ് എടുക്കും. അത് കഴിഞ്ഞ് ഗോകുമാർ സാറിന്റെ നിർബന്ധപ്രകാരം മൂർത്തി സാർ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ബാംഗ്ലൂർ വെച്ച് അന്ന് ഒരു RCMന്റെ ഒരു എന്താ പറയാ, ഇതുപോലെ ട്രോഫി വിജയിച്ചവർക്ക് ട്രോഫി നൽകുന്ന ഒരു ചടങ്ങ്. അപ്പൊ അതില് മൂർത്തി സാർ പങ്കെടുക്കാനിടയായി. എന്നെയും നിർബന്ധിച്ചിരുന്നു ഗോകുമാർ സാർ, പക്ഷെ എന്തോ എനിക്കന്ന് പോകാൻ പറ്റിയില്ല. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വന്ന മൂർത്തി സാറ് ഞാൻ മുമ്പ് കണ്ട മൂർത്തി സാർ ആയിരുന്നില്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ ചേഞ്ചസ് എനിക്ക് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവിടുന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ കുറെ, അന്ന് ഇതുപോലെ നമുക്ക് എന്താ പറയാ CDസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അന്ന് കാസറ്റുകളാണ്, വിജയിച്ച വ്യക്തികൾ സംസാരിക്കുന്ന കുറെ കാസറ്റുകൾ, അതൊക്കെ വാങ്ങി മൂർത്തി സാർ വന്നിട്ടുണ്ട്. പിന്നെ കുറെ ബുക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഓർത്തതൊക്കെ എന്തിനാ വാങ്ങിച്ചുകൊണ്ട് വന്നേ, ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ പോകുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണെന്നാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പക്ഷെ ആ കൂടെ ഞാൻ പറഞ്ഞ ചേഞ്ചസ് അത് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ എന്ത് പറഞ്ഞാലും അതിൽ കെയർ ചെയ്യാതെ കംപ്ലീറ്റ് ഇതിൽ മാത്രമായിട്ട് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെക്കാൻ പോവാണ്, VRS എടുക്കാൻ പോകുക തന്നെയാണ്, എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ആരുടെയും സമ്മതം ആവശ്യമില്ല. ആ ഒരു ഡിസിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തല കറങ്ങി, അല്ലെങ്കിൽ എന്താ പറയാ പാതാളം വളർന്ന് താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, എന്റെ പാരൻസും ചേട്ടന്റെ പാരൻസും ഒക്കെ നമ്മുടെ വെൽവിഷേഴ്സ് എല്ലാം ഈ ഒരു തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഷമിക്കും. കാരണം RCM എന്നുള്ളൊരു 3 അക്ഷരം കേട്ടിട്ട് പോലും ഇല്ല, കേരളത്തിൽ പോലും ആർക്കും ഒന്നും അറിയില്ല. എന്ത് കണ്ടിട്ടാണ് ഈ 20 പ്രൊഡക്റ്റിലെ എന്ത് ഫ്യൂച്ചർ കണ്ടിട്ടാണ് VRS എടുക്കാൻ പോണേന്ന് ഞാൻ ചോദിച്ചു. അന്ന് ഞാൻ 2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഈ പ്രസ്ഥാനത്തിൽ വിജയിച്ച ഒരാളെ, ഒരു വ്യക്തിയെ കേരളത്തിൽ എനിക്ക് കാണിച്ചു തരാമോ? അദ്ദേഹത്തിന് അന്ന് ഈ ചിരി തന്നെ ഒന്നും എനിക്ക് നിങ്ങളോട് ഇനി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ മറന്നു വെച്ചിരിക്കുകയാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ മറന്നു വെക്കില്ലേ, അതുപോലെ മറന്നുപോയ ഒരു അധ്യായം തന്നെയാണത്. അപ്പൊ പറഞ്ഞപ്പോ അതൊക്കെ പറഞ്ഞു പോയി എന്ന് മാത്രം. ആ ഒരു വർഷം ഞാൻ ഓർക്കുന്ന ഇദ്ദേഹം കേരളത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരുപാട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് കാശ് ഉണ്ടാക്കി എന്നാണ്. പക്ഷെ എന്താ പറയാ, ഒരു വർഷം ഓരോന്നും നമുക്ക് വരുമാനം കിട്ടുമ്പോൾ എന്റെ അന്ന് ഇതായിട്ട് മണി ഓർഡർ ആയിട്ടാണ് വരിക. അപ്പൊ അച്ഛൻ പറയും, എന്റെ അച്ഛൻ വീട്ടിലാ വരിക, എന്റെ പേരിലാണ് ബിസിനസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അച്ഛൻ പറയും 500 രൂപ 1000 രൂപ ഇതൊക്കെയാണ് ചെക്ക് വന്നിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ് ഒരാള്. 500 രൂപ വരുന്നു, 1000 രൂപ വരുന്നു, 1200 രൂപ വരുന്നു. നിനക്കെങ്കിൽ ഒരു ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിനെ നേരെയാക്കാൻ പറ്റില്ലേ? ഈ ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് ആ ഒരു കാര്യത്തുകൊണ്ട് എവിടെയെങ്കിലും HAL പോലെയുള്ള വിമാന കമ്പനികളിലൊക്കെ ജോലി അത് വാങ്ങാനുള്ള ഒരു കഴിവൊക്കെ ഉള്ള ആളല്ലേ, നിനക്ക് പറഞ്ഞൂടെ? അപ്പൊ എല്ലാ കുറ്റപ്പെടുത്തലുകളും എന്റെ നേരെ. ആ ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിനെ നേരെയാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കുറ്റം പല സ്ഥലത്തുനിന്നായിട്ട് ഞാൻ കേട്ട് എനിക്ക് മതിയായി. അങ്ങനെ ഇരിക്കാൻ ഞാൻ അമ്മ എന്നോട് പറഞ്ഞു, നമുക്കൊരു ജോത്സ്യനെ പോയി കാണാം. അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ജോത്സ്യന്മാര് വിചാരിച്ചാൽ ഈ ഫ്യൂച്ചർ കാണാൻ പറ്റും എന്നാണ് നമ്മളുടെ ഒരു സങ്കല്പം. അങ്ങനെ ജോത്സ്യനെ കാണാൻ പോയി. ജോത്സ്യൻ പറഞ്ഞു, ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ നമുക്കൊന്നും പറ്റില്ല, എനിക്ക് പറ്റില്ല, കാരണം ഇതൊരു നിയോഗമാണ്, ഇദ്ദേഹം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, അത് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അത് നോക്കിയിട്ട് പറഞ്ഞു, മോളെന്തിനാ വിഷമിക്കണേ, മോള് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലയിലെത്തുന്നതായിട്ടാണല്ലോ ജാതകത്തിൽ കാണുന്നത്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു.
അതോടുകൂടി ആ ജോത്സ്യനുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു ടീച്ചറാണ്, സാമ്പത്തികമായിട്ട് എത്ര ഉയരാൻ പറ്റും എനിക്ക്? അപ്പൊ അപ്പോഴൊന്നും ഈ RCM ഉയരാൻ പറ്റും എന്നുള്ള ഒരു അത്രയും പോലെ ഒരു ഫ്യൂച്ചർ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞത്, ജോത്സ്യം പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്, നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കും, ഒന്നും ഒരു ഫ്യൂച്ചറും ഇല്ല എന്നാ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാൻ ആ ജോത്സ്യന് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം അയാൾ പറഞ്ഞത് പരമാർത്ഥാണ്, ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, നീ സമ്പന്നയാകും, നിന്റെ പേരിലാണ് ഞാൻ RCMന്റെ ഐഡി എടുത്തിരിക്കണേന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ചില സമയത്ത് ഈ ജ്യോത്സ്യന്മാര് പറയുന്നതൊക്കെ നമ്മൾ ശരിക്കും വിശ്വസിക്കാറില്ല. പക്ഷെ അതൊക്കെ സത്യമായി എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്. മൂർത്തി സാർ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുക, വരുമാനം വരുന്നത് ഇരിക്കും. അവിടുന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അദ്ദേഹം ഈ ആ ഒരു പ്രയാണത്തിൽ RCM എല്ലായിടത്തും ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ആ ഒരു യാത്രയില് അവസാനം ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വർഷമായപ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരും അടുത്തു തുടങ്ങി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ വിട്ട് ഞാൻ വരാൻ പോവാണ് നാട്ടിലെന്ന് പറഞ്ഞു. കാരണം എന്റെ കോൺഫിഡൻസ് RCM ആയിരുന്നില്ല. എന്റെ കോൺഫിഡൻസ് ഞാൻ അധ്യാപികയാണ്, എനിക്ക് എവിടെ ചെന്നാലും ജോലി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ്. അങ്ങനെ കൊച്ചി അമൃത വിദ്യാലയത്തിൽ അധ്യാപികയായിട്ട് +2 അധ്യാപികയായിട്ട് എനിക്ക് ജോലിയും കിട്ടി. അങ്ങനെ ഇരിക്കെ ഞാൻ അതുവരെ RCMന്റെ ഒരു മീറ്റിങ്ങിനും പോയിട്ടില്ല. അന്ന് ഗോപകുമാർ സാർ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പൊ കുമാർ സാറും ചേട്ടനും വളരെ നിർബന്ധിച്ചിട്ട് RCMന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, വേഗം റെഡി ആവാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ റെഡിയായി. കാരണം RCMന്റെ എന്താണെന്ന് അറിയണമല്ലോ. ഇവര് ഒരു വർഷമായി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. അങ്ങനെ ഞാനും ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ നിർബന്ധിതയായി. ഞാനും റെഡിയായി. മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ മുള്ളൂർക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അന്ന് മീറ്റിംഗ്. 2 ബസ്സൊക്കെ മാറി കയറണം. അന്ന് നമുക്ക് ഇതുപോലെ കാറോ ഫെസിലിറ്റീസോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ 2 ബസ് മാറി കയറി ഈ പറഞ്ഞ തൃശ്ശൂർ മുള്ളൂർക്കരയിലെത്തി. അവിടുന്ന് നേരെ പോയത് ഒരു ചായ പീടികയിലേക്കാണ്. ഞാൻ പറഞ്ഞ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചായപ്പ് പോലത്തെ പഴയ ഒരു ചായപ്പീടിക. അപ്പൊ ഞാൻ അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, മീറ്റിംഗ് ഇതുപോലത്തെ വലിയൊരു ഹാളിലൊക്കെ ആയിരിക്കും. ആ മീറ്റിങ്ങിന് പോകുന്നതിനായിട്ട് മുമ്പായിട്ട് ഇവർക്ക് 2 പേർക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരിക്കും നോക്കും. പക്ഷേ അതായിരുന്നു ഞാൻ കണ്ട RCMന്റെ ആദ്യത്തെ മീറ്റിംഗ് ഹാള്, ആ ചായപ്പീടിക. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ട് 4 പേര് വന്നിരിക്കുന്നു. അവരോട് RCMന്റെ പ്ലാൻ പറയാൻ ഈ 2 ലെജൻസ് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഇന്നത്തെ റൂബി ഗോപകുമാർ സാറും സഫേറും മൂർത്തി സാറും മാറി മാറി നിന്നിട്ട് പ്ലാൻ പറയാണ്. ഇത് മുഴുവനും ശരിക്കും പറഞ്ഞാൽ കേട്ട വ്യക്തി ഞാനായിരുന്നു. അതായത് അതിൽ ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ 2 പേരുടെ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ മനസ്സ് മാറ്റമുണ്ടായത് എനിക്കായിരുന്നു. അന്ന് തന്നെ ഞാൻ ഡിസിഷൻ എടുത്തു, ഇതിങ്ങനെ ചായപ്പിടിക്കലൊന്നും പറയുന്ന ഒരു മീറ്റിംഗ് അല്ല, ഞാനും കൂടെ വരണം, അതൊരു ഫാമിലി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം ആ ഒരു മീറ്റിംഗിലൂടെ എനിക്ക് മനസ്സിലായി. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്റെ ജോലി വേണ്ടെന്ന് വെച്ച, കാരണം എനിക്ക് വേണ്ടെന്ന് വെച്ചത് ശരിക്കും പറഞ്ഞാൽ നിവൃത്തികേടുകൊണ്ടാണ്. എനിക്ക് അത്രയേറെ പാഷനാണ് ടീച്ചിങ്, അതായത് പ്രത്യേകിച്ച് പ്രൈമറി അധ്യാപിക എന്നൊക്കെ പറഞ്ഞ എന്റെ വലിയൊരു സ്വപ്നമാണ്. അപ്പൊ അത് ഞാൻ വേണ്ടാന്ന് വെച്ചത് അങ്ങേയറ്റം എന്താ പറയുക, സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. കാരണം ഇതിൽ എങ്ങനെയെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു മീറ്റിംഗിൽ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ കാണുന്ന, അങ്ങനെ നമ്മൾ പോയി കണ്ട ഫാമിലി മീറ്റിങ്ങുകൾ, ഫാമിലി ആയിട്ട് കാണുന്ന ആ ഒരു ഇത് പതുക്കെ ഫാമിലി മീറ്റിങ്ങുകളാണ്. അവിടെ തന്നെ ചെറിയ ഹാളിൽ തന്നെ ചെറിയ മീറ്റിങ്ങുകളായിട്ട് സംഘടിപ്പിച്ചു. പിന്നീട് ആ മീറ്റിങ്ങുകൾ വലിയ ഹാളിലൊക്കെ ആയി. അങ്ങനെ അത് ഹാൾ മീറ്റിങ്ങുകളായി രൂപാന്തരം പ്രാപിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞ 2-3 വർഷത്തെ ആ ഒരു പ്രയത്നം അതോടുകൂടി മൂർത്തി സാറിന്റെ ഞാൻ ഈ പറഞ്ഞ പോലെ RCM മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അന്ന് കണ്ട 20 പ്രൊഡക്റ്റ് ഒന്നും അല്ല, അതിന്റെ ഇടയ്ക്ക് RCM വളർന്നു. ഒരുപാട് പ്രൊഡക്റ്റുകളായിട്ട് RCM ഇങ്ങനെ സുന്ദരിയായി മാറി. അതേസമയം മൂർത്തി സാറിന്റെ പിൻ ലെവലുകൾ മാറി മറിഞ്ഞു. അദ്ദേഹം ഒരു ടെക്നിക്കൽ അച്ചീവറായി മാറി. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ആ പഴയ ഓട്ട ഓടി എത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ടീം കേരളം മാത്രമല്ല, തമിഴ്നാട്, ഒറീസ, കർണാടക അങ്ങനെ പടർന്നു പന്തലിക്കാൻ തുടങ്ങി. അതോടുകൂടി ഞാൻ എന്റെ പാഷനായ ആ ഒരു ടീച്ചിങ്ങിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചു. അത് RCM എന്നെ സഹായിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ശരിക്കും പറഞ്ഞ ആ ഒരു ചൈത്രയാത്ര എന്താ RCM എന്നുള്ളത് ഞങ്ങളുടെ സക്സസ് ജേർണി തന്നെയായിരുന്നു. ആ ഒരു സക്സസ് ജേർണിയില് എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഓരോ വാർത്തകള് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകള്. ആരോഗ്യത്തില്, അതും പ്രത്യേകിച്ചാണ് നമ്മൾ ഏത് മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞാലും അധികം പേരും ആരോഗ്യം എന്നുള്ള ടോപ്പിക്കില് റിസൾട്ട് കിട്ടി വന്നവരായിരുന്നു.
അല്ല, ഞങ്ങളൊക്കെ RCM ശരിക്കും മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം ഒരു പക്ഷേ കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യമാവാം അന്നത്തെ കാലത്ത്. കാരണം മൂർത്തി സാറിന്റെ എയർഫോഴ്സ് ഉദ്യോഗം കൊണ്ട് വീട്, വാഹനം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവും അതൊന്നും നിറവേറ്റാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. മൂർത്തി സാറിനും അതറിയായിരുന്നു. അപ്പൊ അങ്ങനെ പക്ഷെ അധികം പേരും ഇന്ന് RCM മെമ്പർഷിപ്പ് എടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞ ആരോഗ്യത്തിൽ 100% അവർക്ക് ആ റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ്. ഒരുപാട് ഫാമിലിയുടെ മെഡിക്കൽ എക്സ്പെൻസ് കംപ്ലീറ്റ് വട്ടപൂജ്യം 0 ആക്കാനുള്ള ഒരു ഭാഗ്യം അത് നമുക്ക് അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം ഈ ജന്മത്തിൽ നമുക്ക് എന്ത് കിട്ടാനാണ്? ഒരുപാട് പേർക്ക് ആരോഗ്യം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഓരോ മീറ്റിങ്ങിൽ ചെല്ലുമ്പോഴും. കാരണം അത്രയേറെ അലോപ്പതി മരുന്നുകൾ വാങ്ങി കഴിച്ചിരുന്ന വ്യക്തികള് അലോപ്പതി മരുന്ന് മുഴുവനും ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അതാണ് നമ്മൾ അവർക്ക് RCM വഴി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ന്യൂട്രി ചാർജും കൂടെ വന്നപ്പോൾ RCM പ്ലസ് ന്യൂട്രി ചാർജ് രണ്ടും കൂടി ഇപ്പൊ ഒരു വലിയ എന്താ പറയുക ഒരു തരംഗമായി മാറി. നമ്മൾ വിചാരിക്കാത്ത ഉയരത്തിലേക്ക് RCM വളർന്നു. അത്രയേറെ റിസൾട്ടുകളാണ് ആരോഗ്യ രംഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴായിരിക്കും ആളുകൾ അതിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ആളുകൾ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഒരുപാട് കേരളത്തിൽ പണ്ട് മൂർത്തി സാറോ ഇങ്ങനെ വിരലിൽ ഉണ്ടാകുന്ന ആൾക്കാർ സുജിത് സാറോ ഒക്കെ ലീഡേഴ്സ് ആയിരുന്നെങ്കിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരുപാട് ലീഡേഴ്സ് ഇതുപോലെ എന്താ പറയാ വട്ടപൂജ്യം ജീവിതം എന്ന് പറയുന്നത് ബിഗ് സീറോയിൽ ഇരുന്ന ആൾക്കാര് അവരൊന്ന് ഹീറോ ആക്കി മാറ്റാനുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ. ആ 0 to hero അത് വേറെ ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ വേറെ എവിടെ പോയി നോക്കൂ, ഒരു 0 കംപ്ലീറ്റ് കടബാധ്യതയൊക്കെ ആയിട്ടുണ്ടായിരുന്ന വ്യക്തികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു RCM. അവരൊക്കെ ഇന്ന് എന്താ പറയാ അതിൽ നിന്നൊക്കെ വിമുക്തി നേടി അവരിന്ന് വലിയൊരു ഹീറോ ഒരു ലീഡറായി മാറിയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ, ആ ഒരു സന്തോഷം, ആ ഒരു സംതൃപ്തി ശരിക്കും പറഞ്ഞാൽ RCM നിൽക്കുമ്പോൾ എനിക്ക് സഫയറായി നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് അതിലാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു. ഒരുപാട് പേര് ആ ഒരു സമ്പന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന പോലെ സാമ്പത്തികം മാത്രമല്ല, അവര് ഒരുപാട് ഗുണങ്ങൾ നേടി. അതായത് ആരോഗ്യം, സാമ്പത്തികം, അതുപോലെ അവർക്ക് എത്ര ബന്ധങ്ങളാണ് കിട്ടുന്നത്. ഇപ്പൊ ഇന്ന് ഞങ്ങളെ നോക്കുകയാണെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ എണ്ണിയാലും തീരില്ല. അത് ഭാഷകൾക്കപ്പുറമാണ്. സാധാരണ നമ്മൾക്ക് ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി റിലേഷൻ നമ്മൾ അതാണ് എപ്പോഴും വിചാരിക്കുക ഒരു ബന്ധം എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങളുടെ എക്സ്പീരിയൻസില് രക്തബന്ധം എന്ന് പറയുന്നതൊന്നും ഒന്നുമല്ല. അതിലേറെയാണ് RCM വ്യക്തികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ താമസിച്ചത് നമ്മുടെ RCM ലീഡർ നമ്മുടെ ഗ്രേറ്റ് സ്റ്റാർ ബാബു സാറിന്റെ വീട്ടിലായിരുന്നു. ഇതുപോലെ ഓരോ സ്ഥലത്തും ഇതുപോലെ RCM മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ താമസിക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധങ്ങൾക്കും അപ്പുറമുള്ള ഒരു ബന്ധമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ RCM ഈ ഒരു പ്രസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ, നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു വ്യാപ്തി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ദൈവത്തോട് നന്ദി പറയും. കാരണം RCM ആ ഒരു പ്രയാണത്തിൽ നമ്മളെ RCM എന്നുള്ള 3 അക്ഷരം ദൈവം നമുക്ക് കാണിച്ചു തന്നില്ലേ, ആ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാ തീരുക. ശരിക്കും ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല ട്രിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതും അങ്ങനെ ട്രിപ്പുകൾ പോകുമ്പോഴാണ് നമ്മൾ വ്യക്തികളുമായിട്ട് ഒരുപാട് ഇടപഴകുന്നത്. ഒരുപാട് പേരുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആ ഒരു ദൃഢത കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ RCM ട്രിപ്പുകൾ. ഇപ്പൊ ഈ കൊറോണ കാലത്ത് കുറച്ചുകൂടെ ട്രിപ്പുകളൊക്കെ കുറഞ്ഞു പോയായിരുന്നു. പക്ഷെ വീണ്ടും അത് പുനരാരംഭിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഗോവയില് ഒരുപാട് പേര്, എനിക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഗോവ ചിമ്മൻ മാഡം ഉണ്ടായിരുന്നു. കുറച്ചുപേര് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നോക്കൂ, എത്ര വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നറിയോ RCM വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം നമുക്ക് RCM ഫാമിലി മെമ്പേഴ്സിനോടാണ് ഉണ്ടാവുക. അതെല്ലാവരും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുക. നമ്മളെ പലരും കുറ്റപ്പെടുത്താനും ഞങ്ങളൊക്കെ കുറ്റപ്പെടുത്താൻ എത്ര പേരുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രയാണത്തിൽ തന്നെ തുടക്കം മുതൽ ഈ അവസാന കാലത്ത് വരെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു സഫയറായി അല്ലെങ്കിൽ അതിനു മുമ്പ് കോർ ലീഡറായി കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ കുറ്റപ്പെടുത്തലുകളൊക്കെ നിന്നു. അന്ന് നമ്മളോട് മെമ്പർഷിപ്പ് ചോദിച്ചിട്ട് കയറാതിരുന്ന ആളുകൾ ഇപ്പൊ നമ്മളുടെ പുറകെ വരികയാണ്. ഒരു മെമ്പർഷിപ്പ് തരുമോ എന്ന് ചോദിച്ച് പുറകെ വരുന്ന അവസ്ഥയാണ്.
അതാണ് പലരും നമ്മളെ ഈ കാര്യത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തും. കാരണം നമ്മുടെ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ പൊതു സ്വഭാവമാണ്. കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, കളിയാക്കലുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തിയാല്, അതിന് നമ്മൾ വില കൊടുക്കാതിരുന്ന ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ എഴുതിയിടുക. ഒന്ന് എഴുതി വെക്കുക, നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ എന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ കുറെ മുമ്പ്, അതായത് സാർ എയർഫോഴ്സിൽ ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എന്റെ സ്വപ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഴിച്ചു മൂടിയിട്ടതാണ്. ഈ ജന്മം നടക്കില്ല, അതൊക്കെ അടുത്ത ജന്മത്താ കിട്ടുക എന്ന് വിചാരിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ ദൈവം ഈ ജന്മം തന്നെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിലപ്പുറം ദൈവം എനിക്ക് തന്നു. ഞാൻ എന്താ ആഗ്രഹിച്ചത് അതിന്റെ അപ്പുറം ദൈവം തന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ്. അതൊന്ന് മനസ്സിലാക്കുക നമ്മള്. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെ RCM വിജയിക്കാം. RCM വിജയിക്കണമെങ്കിൽ മെയിനായിട്ട് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റസ്റ്റ് അച്ചീവ്മെന്റ് വരുന്ന നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള ബിസിനസ്. RCM ഒരു ഫാമിലി ബിസിനസ് ആണ്. രണ്ടുപേരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അങ്ങനെ പറയുമെങ്കിലും ഇപ്പൊ ഇന്ന് ഒരുപാട് ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്. അവരിൽ പലരും ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ RCM ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ട് ഉള്ളവരും വിജയിച്ചിട്ടുണ്ട്, ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തവരും വിജയിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു മാജിക് തന്നെയാണ് അത്. കാരണം പക്ഷെ ഫാമിലി സപ്പോർട്ട് ഉള്ളവരുടെ വിജയം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വേഗത്തിലായിരിക്കും. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി ശരിക്കും സപ്പോർട്ട് ചെയ്ത് തന്നെ നോക്കൂ. മൂർത്തി സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ എയർഫോഴ്സ് വിട്ടിട്ട് വീട്ടിൽ ഇരിക്കാറേ ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത് അദ്ദേഹം വീട്ടിൽ ഇരുന്നിട്ടേ ഓരോ ആഴ്ച ഇതുപോലെ ബാഗിൽ ഇതൊക്കെ തുണിയൊക്കെ തൂക്കി പോകും. എനിക്കറിയാം പോകുന്നത് നല്ല കാര്യത്തിനാണ്, ഒരുപാട് പേരെ വിജയിപ്പിക്കാനാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. നന്മ ചെയ്യാനാണ് പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താറില്ല. അങ്ങനെ പോയി ഒരാഴ്ച എനിക്ക് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോ എനിക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഈ അലക്കാനുള്ള തുണികളായിരിക്കും. അങ്ങനെയുള്ള യാത്രകള്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ പോയി വിജയിച്ച് ശരിക്കും നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ ടൈം ഫ്രീഡം. ശരിക്കും അത് എൻജോയ് ചെയ്യുക. ഒരു RCM നമ്മൾ ശരിക്കും ഒരു കോർ ലീഡർ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ടൈം ഫ്രീഡം കിട്ടുന്നുണ്ട്, തൊഴിൽ അങ്ങനെ പലതരം ഫ്രീഡം നമുക്ക് RCM എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും അതിൻ്റെയൊക്കെ ആ ഒരു ഫ്രീഡം നമ്മൾ മനസ്സിലാക്കുന്ന സമയമാണ് ഒരു കോർ ലീഡർ ആവുന്നത് മുതൽ. ഇപ്പൊ മൂർത്തി സാറ് നോക്കൂ, പണ്ടൊന്നും ഒരു സെലിബ്രേഷനും എന്റെ കൂടെ ഇല്ലാത്ത വ്യക്തിയാണ്. ഇപ്പൊ 24 മണിക്കൂർ എന്റെ കൂടെ ഉണ്ട്. പണ്ടൊക്കെ ഞാനൊരു വെഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് ഞാൻ പറയുന്നു ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഒന്ന് വിഷ് ചെയ്തേക്കും. ആ പറഞ്ഞ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 3-4 വർഷം നമ്മൾ ശരിക്കും ഇപ്പൊ നിങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു 3-4 വർഷം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ഒരു 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ആ ഒരു പൊസിഷൻ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരങ്ങൾ, നിങ്ങൾ എങ്ങനെയൊക്കെ ഏത് തരത്തിലാണ് നിങ്ങൾ മാറുന്നത്. കാരണം ഒന്ന് ആലോചിച്ചു, RCM ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മായിക കാഴ്ച എന്ന് പറയുന്നതാണ് ആളുകളുടെ മാറ്റം. അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഹേമന്ത് സാറൊന്നും പണ്ട് നിങ്ങൾ ഈ ഇപ്പൊ കാണുന്ന പോലെ ലീഡറായിട്ട് നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഈ ഞാനൊക്കെ എനിക്ക് മൈക്ക് പിടിച്ചിട്ട് ഗുഡ് RCM എന്ന് പറഞ്ഞ് പറയാത്തതിന് എത്ര പ്രാവശ്യം എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ മൂർത്തി സാറുണ്ട്, സാറിനോട് ചോദിക്കാം. ഞാൻ സ്റ്റേജിൽ കയറിയ ഒരു ഗുഡ് RCM പോലും പറയാൻ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അന്നും ഞാൻ അധ്യാപകരാതെ സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് RCM ആണ്. പലരും വിചാരിക്കേണ്ടാവും ഓ ഇതുപോലെയൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, ഇത്രയൊന്നും ആ മാഡത്തിന് പറ്റും, ഈ മാഡത്തിന് പറ്റും. ശരിക്കും ഇതൊക്കെ RCM നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. നമ്മളെ മാറ്റിയെടുക്കുകയാണ്. ആ മാറ്റം, ആ പോസിറ്റീവായിട്ടുള്ള മാറ്റം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു വ്യക്തിയെ മാറ്റുക എന്ന് പറയുന്ന ആലോചിച്ച് നോക്കൂ. ഹേമന്ത് സാറിനെ കൊണ്ട് പണ്ട് മൂർത്തി സാറിന്റെ ജന്മദേശം തലനാടാണ്, അവിടെ പോയിട്ടുണ്ട് ഒരു മീറ്റിംഗ് എടുക്കാൻ. കാരണം മൂർത്തി സാറ് ആ നാട്ടുകാരനായതുകൊണ്ട് RCM കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അത്ര മതിപ്പുണ്ടാവില്ല. അപ്പൊ പുറത്തുനിന്നുള്ളൊരു വ്യക്തി RCM കുറിച്ച് പറയട്ടെ എന്നോർത്ത് ഹേമന്ത് സാറിനെ കൊണ്ട് തലനാട് പോയിട്ടുണ്ട്. അങ്ങനെ ഹേമന്ത് സാറ്, മൂർത്തി സാറ് ഹോസ്റ്റും ഹേമന്ത് സാറ് ഗസ്റ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹോസ്റ്റ് വിളിക്കുകയാണ് ഗസ്റ്റിനെ, ഹേമന്ത് സാർ യു ആർ വെൽക്കം എന്ന് പറഞ്ഞപ്പോ അഖിലേക്ക് മൈക്ക് തന്ന പോലെ ഹേമന്ത് സാറിന് മൈക്ക് കൊടുത്തു. ഹേമന്ത് സാറ് മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ തല കറങ്ങി വീണു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ഒരക്ഷരം പോലും സംസാരിക്കാൻ പറ്റിയില്ല. അവിടെ തൊട്ടടുത്തൊരു ബെഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ബെഞ്ചിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കിടത്തി. അദ്ദേഹം പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ടില്ല, കുറെ നേരം അവിടെ കിടന്നു.
അന്ന് എന്താ പറയാ ഹോസ്റ്റ് ആയിരുന്ന ആളെ വ്യക്തിയായിരുന്നു മൂർത്തി സാറ്. ഹോസ്റ്റ് ആയ വ്യക്തി പോസ്റ്റായി മാറി എന്ന് വേണം പറയാൻ. നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട നിമിഷങ്ങൾ. അവ ശരിക്കും മൂർത്തി സാർ തന്നെ അന്ന് എയർഫോഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള RCMനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അതുകൊണ്ട് വലിയ ഇംപ്രഷൻ ഉണ്ടാവണം എന്നില്ലല്ലോ, കാരണം അദ്ദേഹം ആ നാട്ടുകാരനാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഹേമന്ത് സാർ, അന്ന് ബോധം കെട്ട് വീണ ഹേമന്ത് സാറിന് ഇന്നുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അദ്ദേഹം ഗർജിക്കുന്ന സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അദ്ദേഹത്തിന് അത് സാധിച്ചു? ഞാനും ഗുഡാർസിയം പോലും പറയാത്തൊരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറി ഗുഡാർസിയം JRCM എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശ്വര, അതെനിക്ക് പറ്റിയല്ലോ. സ്റ്റേജിൽ കയറി ഞാൻ എന്നിട്ട് സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് തുള്ളി ചാടുകയായിരുന്നു. ഗുഡാർസിയം JRCM എന്ന് വിറ കൂടാതെ എനിക്ക് പറയാൻ പറ്റിയല്ലോ. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു വ്യക്തി RCMൽ ഇന്ന് വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ അവര് വലിയ സ്പീക്കർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവം അവർക്ക് എന്തോ ഒരു ഗിഫ്റ്റോ ഒന്നും കൊടുത്ത ആൾക്കാരല്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുകളും ഇല്ല. ആ കഴിവുകൾ അവർക്ക് RCM ആയിട്ടൊരു കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് വ്യക്തികളെ മാറ്റുന്ന ഒരു വലിയൊരു മാജിക് ആണ് RCMൽ നമുക്കത് കിട്ടുന്നത്. ആ മാജിക് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ എന്താ പറയാ ഇളം തലമുറയുടെ രാജകുമാരനാണ് അക്ഷയ്. അക്ഷയ്ക്ക് വയസ്സ് എത്രയുണ്ട്? അക്ഷയ് യഥാർത്ഥ പ്രായം പറയും. 22 വയസ്സ്. ആ 22 വയസ്സിൽ അക്ഷയ്ക്ക് കിട്ടിയ ഏറ്റവും ഉയർന്ന ഇൻകം ഒന്ന് പറയാമോ? 1 lakh. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് 1 ലക്ഷം രൂപ വരുമാനം കിട്ടണമെങ്കിൽ എന്ത് പഠിക്കണം? ഏത് കോഴ്സ് വരെ പോകേണ്ടി വരും? ഒരു കലക്ടർക്ക് കിട്ടുന്നുണ്ടോ വരുമാനം? ചിന്തിക്കുക. നമ്മൾ എന്താണ് അക്ഷയ് ചെയ്തത്? എന്താണ് നമ്മൾ ചെയ്യാതിരുന്നത്? നമുക്കുണ്ടായിരുന്നത് എന്തായിരുന്നു? ആ ഒരു കാര്യം നിങ്ങളൊന്ന് വേർതിരിച്ച് കാണുക. അക്ഷയ്ക്ക് മടി ഉണ്ടായിരുന്നില്ല, അലസത ഉണ്ടായിരുന്നില്ല. അക്ഷയ്ക്ക് കളിയാക്കലുകളെ ഇതൊക്കെ അക്ഷയും കേട്ടിട്ടുണ്ടാവും. കുറെ കളിയാക്കല് അക്ഷയ് കേട്ടിട്ടുണ്ടാവും. കുറെ പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. എടാ, നിനക്ക് വല്ല PSC എഴുതി നിനക്ക് നന്നായി കൂടെ, പലതും പറഞ്ഞാണോ അക്ഷയോട്. പക്ഷെ അക്ഷയ് അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സിന് കൊടുത്തോ? ചെവി കൊടുത്തോ? അതുകൊണ്ട് തന്നെ അക്ഷയ് ഇന്ന് ആ ജീവിതം ഇന്ന് ഈ ദൈവം തന്നിരിക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണ ഒരേ ഒരു ജന്മം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കാരണം അടുത്ത ജന്മം നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ശരിക്കും ഈ ഒരു ജന്മത്തിൽ ഇന്ന് അക്ഷയ്ക്ക് വിജയിക്കാൻ സാധിച്ചു. ഒരു ഹീറോ, ചെറുപ്പക്കാരുടെ മുമ്പിൽ അവനൊരു ഹീറോ ആയി മാറി. ആ ഒരു ഹീറോ ആക്കിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു യാഥാർത്ഥ്യം, എന്താ പറയാ RCM എന്നുള്ള ആ ഒരു ശക്തി, ആ ശക്തി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവരെന്താണ് ചെയ്തത്? വിജയിക്കാൻ വേണ്ടി ഹേമന്ത് സാർ എന്ത് ചെയ്തു? മൂർത്തി സാർ എന്ത് ചെയ്തു? ഇവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഒരാളോട് സംസാരിക്കാത്ത ആളുകളായിരുന്നു. മൂർത്തി സാറാണെങ്കിലും ഹേമന്ത് സാറിന് എനിക്ക് തുടക്കം മുതലേ അറിയുന്നതാണ്. ആ വ്യക്തികളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്? അവരെങ്ങനെ RCMനെ ഉൾക്കൊണ്ടു? അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്കും നമ്മുടെയൊക്കെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടി. നമുക്കൊന്ന് നമ്മളുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ വിട്ടൊന്ന് പുറത്തേക്ക് വരാൻ നമുക്ക് മടിയാണ്. അതാണ് പലരുടെയും ജീവിതത്തിലുള്ള പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും ഫാമിലി ആയിട്ടുള്ളവരാണ്. നമുക്ക് ഫാമിലി ആയി തന്നെ നമ്മൾ വിജയിക്കണം. നമ്മുടെ കുട്ടികളുടെ മുമ്പില് നമ്മൾ തന്നെയാവണം ഹീറോ. കാരണം എന്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ട് എഴുതിയത്, കുട്ടികളൊക്കെ മോഹൻലാലിനെയും മമ്മൂട്ടി, ഷാരൂഖ് ഖാനെയും ഒക്കെ എഴുതിയത്, അവന്റെ ഹീറോ ആയിട്ട് അവൻ എഴുതിയത് അവന്റെ അച്ഛന്റെ പേര് തന്നെയാണ് അവൻ ഹീറോ ആയിട്ട് എഴുതിയത്. ഇങ്ങനെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹീറോയിനായിട്ട് കാണണമെങ്കിൽ നമ്മൾ ശരിക്കും ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളൊരു ലീഡറായിട്ട് തന്നെ മാറണം. ആ ലീഡറായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ലീഡർ ആവുന്നത്. ആ ലീഡറായിട്ട് മാറാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ ഉള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എത്ര വ്യത്യസ്തമായിട്ട് മാറണം? ആ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറ വരെ രക്ഷപ്പെടാൻ പോകുന്ന ഒരു വലിയൊരു അത്ഭുതത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പലരും പറയാറുണ്ട്, നമ്മുടെ വിജിനി മാഡം വീരാംഗനയായപ്പോ ആദ്യത്തെ വീരാംഗനയായിരുന്നു. അവർക്ക് അന്ന് അവർ പറയുണ്ടായി 3.5 ലക്ഷത്തിലേറെ സെയിൽ ചെയ്ത് അവർക്ക് 1.5 ലക്ഷം വരുമാനം കിട്ടിയൊക്കെ നമുക്കറിയാം. അപ്പൊ അന്ന് പലരും പറയുണ്ടായി, ആ മാഡം നേഴ്സിംഗ് പ്രൊഫഷണൽ അല്ലേ, അതുകൊണ്ട് നന്നായിട്ട് സയൻസ് ഒക്കെ അറിയാം, അതുകൊണ്ട് സെയിൽ ചെയ്തിട്ടായിരിക്കാം അവർക്ക് കൂടുതൽ ആ സെയിൽ ചെയ്യാൻ പറ്റിയത്.
അത് കഴിഞ്ഞ് നമ്മുടെ ചാലക്കുടിയിലുള്ള രേഖ മാഡം സെയിൽസിന് ഇറങ്ങി. വെറും 10ാം ക്ലാസ്സുകാരിയാണ് രേഖ മാഡം. അവരുടെ റെക്കോർഡ്, അവരുടെ സെയിൽസ് റെക്കോർഡ് രേഖ മാഡം ബ്രേക്ക് ചെയ്തു. അന്നേരം നമ്മൾ എന്താ പറയാ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കംഫർട്ട് സോണിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അവർക്ക് പറ്റും, എനിക്ക് പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ RCMൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒരുപോലെ വിജയിക്കുന്ന ഒരു മായിക കാഴ്ചയാണ് ഇന്ന് RCMൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർ യു റെഡി? അത്രയേ ഉള്ളൂ. യു ആസ്ക് യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ആർ യു റെഡി ഫോർ വിന്നിങ് ഇൻ ദ ലൈഫ്? വിന്നർ ആവണം. എത്ര പേർക്ക് സഫയർ ആവാൻ ആഗ്രഹമുണ്ട്? ഇപ്പൊ എത്ര പേർക്ക് സഫയർ ആവാൻ ആഗ്രഹമുണ്ട്? കുറച്ച് ചില കൈ ഇത്രയേ ഉള്ളൂ കേട്ടോ. അക്ഷയ് ചില കൈ ഇത്രേ പൊങ്ങിയിട്ടുള്ളൂ, ചില കൈ കോൺഫിഡന്റ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ശരിക്കും അതാണ് വേണ്ടത്, ആ കോൺഫിഡൻസ്. നമ്മൾ ആവോ അല്ലേ എന്നുള്ളതല്ല, നമ്മൾ ആകും. ഐ വിൽ ബി ദ സഫയർ. ഉറപ്പായിട്ടും ഞാൻ ആകും. സഫയറിന്റെ വരുമാനം ഒന്ന് പറഞ്ഞു. സഫയറിന്റെ വരുമാനം മൂർത്തി സാറിന് കിട്ടിയത് 8,60,000 രൂപയാണ്. 68,000 രൂപയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വട്ടപൂജ്യത്തിൽ നിന്ന ഫാമിലിയെ ഞങ്ങള്. വട്ടപൂജ്യം. ആ വട്ടപൂജ്യത്തിൽ നിന്നും ബിഗ് സീറോയിൽ നിന്നും ഹീറോ ആക്കിയ ഒരു മാറ്റം, അതൊന്ന് മനസ്സിലാക്കിയ പോരെ. മൂർത്തി സാർ എന്താ ചെയ്തത്? സാർ ഇതുപോലുള്ള സെലിബ്രേഷൻ ഒക്കെ ഒന്ന് മാറ്റി വെച്ചു. നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പൊ ഇപ്പോഴത്തെ കണക്കിന് RCM ഇത്രയും വളർന്നു പന്തലിച്ചതാണ്. 3 വർഷം സെലിബ്രേഷൻ ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. അദ്ദേഹത്തിന് ഓണം, വിഷു ഇതിനൊന്നും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏതൊരു ഫംഗ്ഷനും ഞാൻ തനിയെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആളുകൾ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്. മൂർത്തി മഞ്ഞളും മുളകും ഉപ്പൊക്കെ വിൽക്കാൻ പോയതായിരിക്കും അല്ലേ എന്ന് എത്ര പ്രാവശ്യം എന്നോട് കളിയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? പക്ഷെ അന്ന് എനിക്ക് അറിയായിരുന്നു അദ്ദേഹം ഞങ്ങൾ എന്തെങ്കിലും വിജയിച്ചവരുടെയൊക്കെ മുമ്പില് തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നെന്ന് എനിക്കറിയായിരുന്നു. ഇന്ന് നമ്മളോട് ഒരാളും ചോദിക്കുന്നില്ല ഉപ്പും മുളകും വിൽക്കുന്നുണ്ടോന്ന്. കാരണം അത്രയേറെ ട്രാൻസ്ഫർമേഷൻ ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആ വരുമാനം കൊണ്ട് ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേരെ വിജയിപ്പിക്കാൻ സാധിച്ചു. ശരിക്കും സഫയർ ആകുമ്പോൾ ഉള്ള ഒരു അഭിമാനം അതാണ്. ഒരു വ്യക്തിയല്ല, ഇവിടെ മൂർത്തി സാറല്ല വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിലൂടെ വന്നിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എത്ര ഫാമിലീസിനെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഫയർ ആകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അഭിമാനം, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ചാരിതാർത്ഥ്യം. അത് നമുക്ക് ഈ ജന്മം ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ആ ഒരു നിമിഷത്തിന്റെ സഫയർ ആകുന്നതിലുള്ള ആ ഒരു ചാരിതാർത്ഥ്യവും സന്തോഷവും അഭിമാനവും എല്ലാവരും അനുഭവിക്കണം. ഒരുപാട് പേരെ അനുഭവിപ്പിക്കുകയും ചെയ്യുക. ഇതിൽ പരം പുണ്യം എന്ത് കിട്ടാനാണ് നമുക്ക് ഈ ഒരു ജന്മത്ത്? ഈ ഒരു സേവനം, ഇതൊരു സേവനമായിട്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുക. കാരണം ആരോഗ്യമാണ് എല്ലാവർക്കും ഇന്നത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്ന ആരോഗ്യമാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ മാക്സിമം പഠിക്കുക, പ്രൊമോട്ട് ചെയ്യുക, അതല്ലേ വേണ്ടോ? ഇപ്പൊ ശരിക്കും ഇതിൽ വിജയിച്ച ഓരോ വ്യക്തിയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ സിസ്റ്റം നന്നായിട്ട് പഠിച്ചു. ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ഉള്ളത് യഥാർത്ഥമായിട്ടുള്ള കാര്യം യഥാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത്ര മാത്രമേ എല്ലാവരും ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. സിസ്റ്റം പഠിക്കുക, നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ഏത് വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ വിജയിക്കാം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളോട് തന്നെ ചോദിക്കുക, തയ്യാറാണോ? ഈ ജന്മം എനിക്ക് 0 ആകണം എന്ന് തീരുമാനമെടുക്കുക. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഹരിപ്പാട് വന്നപ്പോൾ ഒരുപാട് ലേഡീസിനെ കണ്ടതിലാണ്. കാരണം പുരുഷന്മാരെക്കാളും തലയെണ്ണൽ കൂടുതൽ എനിക്ക് തോന്നിയത് നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. വലിയൊരു കയ്യടി ഞാൻ സ്ത്രീകൾക്ക് തന്നെ കൊടുക്കുകയാണ്. കാരണം RCM ഞാൻ പറഞ്ഞ ഒരു ഫാമിലി ബിസിനസ് ആണ് എന്നുള്ളത്. ശരിക്കും ഇന്ന് സ്ത്രീകൾ അത് ഹൃദയത്തിൽ ഏറ്റുവെച്ചത് കൊണ്ട് മാത്രമാണ് RCM നമ്പർ 1 ആയി നിൽക്കുന്നത്. സ്ത്രീകളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ കുറേ കൺവിൻസ് ചെയ്യണം ഒരു കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത്രയും സ്ത്രീകളെ ഇതിൽ അസോസിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ശക്തി അതൊന്ന് മാത്രമാണ് ഇത്രയും കൂടുതൽ നമ്മുടെ സ്ത്രീരത്നങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാനും ഒരു വീട്ടമ്മ തന്നെയാണ്, നമുക്കറിയാം. കാരണം ഒരു വീട്ടമ്മ ആഗ്രഹിക്കുക ആ ഫാമിലിയിലെ എല്ലാവർക്കും ആരോഗ്യം വേണം എന്നുള്ളത്. അതിന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വാസ്റ്റായിട്ട് ചിന്തിച്ചാൽ മതി. കാരണം കൊറോണ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഫാമിലിയിൽ മാത്രമല്ല ആരോഗ്യം. കൊറോണ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും അതാണ് നമ്മളും ചെയ്യേണ്ടത്. കൊറോണ നമ്മളെ പഠിപ്പിച്ച ആ ഒരു തത്വം അത് RCM നമ്മളെ പണ്ടേ പഠിപ്പിച്ചു കഴിഞ്ഞു. ആ
പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കി അടുത്ത വീടുകളിലോ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അതിനൊക്കെ ഇന്ന് ഡിസ്പ്ലേ വാളുകളുള്ള എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്താവും. ശൈലേഷ് സാർ, ബിഗ് സല്യൂട്ട്. കാരണം ഒരുപാട് പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ശൈലേഷ് സാറിന്റെ ടീമിലുള്ള ആളുകൾ എല്ലാവരും ഡിസ്പ്ലേ വാൾ വളരെ സക്സസ് ആയി നടത്തുന്ന കാര്യം അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ വീട്ടിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലുള്ള ആളുകൾ തീർച്ചയായും വരും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ മഹത്വം മനസ്സിലാക്കും, അവരത് വാങ്ങിക്കുകയും ചെയ്യും. അവരാ ഗുണമേന്മ, വിലക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ ന്യൂട്രിചാർജ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മളും കുറച്ച് പഠിക്കണം, അത്രേ വേണം. നിങ്ങളും അതൊരു നമ്മുടെ സക്സസിലേക്കുള്ള ഒരു പാത, അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞ ഡിസ്പ്ലേ വാൾസ്. അതെല്ലാവരും പ്രൊമോട്ട് ചെയ്യും. ഇനിയും കുറച്ച് പേര് കൈ ഉയർത്താതിരുന്നിരുന്നു, അവരിന്ന് തന്നെ ഡിസ്പ്ലേ വാൾ റെഡിയാക്കുക വീട്ടില്. കാരണം അതൊരു ഐശ്വര്യമാണ്. നമ്മുടെ വീട്ടിൽ പണ്ട് 10 പുര നമ്മൾ പറയാറില്ലേ, അതുപോലെയാണ് നമ്മുടെ ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. ശരിക്കും ഒരു 10 പുര എല്ലാവരും അവരവരുടെ വീട്ടില് കയറി വരുന്ന റൂമില് ഒന്ന് സൃഷ്ടിക്കുക. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു ആദ്യത്തെ ചവിട്ടുപടി ഡിസ്പ്ലേ വാളായിരിക്കും. അതുപോലെ ഡയമണ്ട് ക്ലബിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? സന്തോഷമായി, ഒരുപാട് കൈകൾ ഉയർന്നു കാണുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരുപാട് പേര് സിസ്റ്റം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അപ്പൊ കൈ ഉയർത്താതിരുന്നവര് ഒന്ന് നോക്കുക, എന്താണ് കൈ ഉയർത്തിയവർ ഒത്തിരി പേരുണ്ട്, എന്താണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. കാരണം അവർ സിസ്റ്റം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡയമണ്ട് ക്ലബ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ സന്തോഷം. ഇന്ന് പ്രത്യേകിച്ചും ഹരിപ്പാട് വന്ന് കണ്ടതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ഓരോ ജില്ലകളിലും ഇതുപോലെ പോകുവാണ്. ഇപ്പൊ മൂർത്തി സാറിന്റെ കൂടെ ഈ ഒരു പ്രായത്തിൽ യാതൊരു ക്ഷീണവും തോന്നുന്നില്ല. കണ്ണൂര് പോയി, ഇടുക്കിയിൽ, കണ്ണൂർ നേരെ പോയത് ഇടുക്കി മലയിലേക്കാണ്. ഇടുക്കിയിൽ നിന്ന് നേരെ വന്നു, പിന്നീട് വീണ്ടും കോഴിക്കോട്, തിരുവനന്തപുരം, നാളെ തിരുവനന്തപുരം, ഇനി വീണ്ടും വയനാട്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. യാത്ര. കാരണം പക്ഷെ ഒരു മടുപ്പില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്നേഹം, ആ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ ഒരു സ്നേഹം ഒന്നായിട്ട് കിട്ടുക എന്ന് പറയുന്ന ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് മാത്രമല്ല, അത് ഇന്ന് ഞങ്ങൾക്ക് സാധിക്കും. നാളെ ഈ സ്നേഹം നുകരാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് തീരുമാനം എടുക്കുക, നല്ലൊരു തീരുമാനം എല്ലാവരും എടുക്കുക. ഇത് വളരെ കുറഞ്ഞ വ്യക്തികൾക്ക് മാത്രം വിജയിക്കാനുള്ളതല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും വിജയിച്ച് ഒരു പുതിയൊരു കേരളം, നമ്മൾ TCGയുടെ സ്വപ്നം എന്ന് പറയുന്നത് പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. കാരണം നല്ല ആരോഗ്യമുള്ള, നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ജനത, ഒരു നല്ലൊരു ജനതയെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നവഭാരതം സൃഷ്ടിക്കുകയാണ്. അതാണ് TCGയുടെ സ്വപ്നം. അപ്പൊ ആ ഒരു സ്വപ്നത്തിൽ നമ്മളും പങ്കാളിയാവുക, നമ്മൾ ഇതിന്റെ ആ സത്ത ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 22 വയസ്സുള്ള അക്ഷയ്ക്ക് വിജയിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. കാരണം ദൈവം നമുക്കൊക്കെ തന്നിട്ടുള്ള കഴിവ് ഒരുപോലെയാണ്. അതൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ മതി. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. ഇനിയും ഇതിൽ ആർക്കെങ്കിലും ഇതുപോലെ നെറ്റി ചുളിച്ച ആരെങ്കിലും RCMനെ കുറിച്ച് മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അവരൊന്ന് നമ്മുടെ RCMന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഭിൽവാരയിലുണ്ട്, അവിടെ ഫാമിലി ആയിട്ടൊന്ന് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. പണ്ട് മൂർത്തി സാർ ഈ തീരുമാനം എടുത്തപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഭിൽവാര കാണാൻ പോകുന്നുണ്ട്. അന്ന് ഞാൻ വളരെ സന്തോഷിച്ചു. ഏതോ ഒരു പൊട്ട കമ്പനി ആയിരിക്കും, അവിടെ പോയി കാണട്ടെ. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഡിസിഷൻ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഞാൻ സന്തോഷിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾ ഈ ഹെഡ്ക്വാർട്ടർ ഭിൽവാര കാണാൻ പോകുന്നില്ലേ, ഭിൽവാര കാണാൻ പോകുന്നില്ലെന്ന് ഞാൻ എപ്പോഴും ചോദിക്കായിരുന്നു. കാരണം എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട്, ആ പൊട്ട കമ്പനി കണ്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എടുത്ത ഡിസിഷൻ മാറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറയാം, അതെ ഞാൻ ഇവിടെ ദൈവത്തിനെ പോലെ ഒരാളെ കണ്ടു. ദൈവത്തിനെ പോലെ ഒരാളെ കണ്ടു. അതാരെ? TCGയെ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഞാൻ വിതുമ്പി പോയി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വിചാരിച്ചു, ഈശ്വര ഇവിടുന്ന് പോകുമ്പോ അര വട്ടായിരുന്നു, അവിടെ പോയി കംപ്ലീറ്റ് വട്ടായി പോയല്ലോ ഈ മനുഷ്യനെന്ന് അന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ ഫാമിലി ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത്, നമ്മളെല്ലാവരും ശബരിമല ദർശനത്തിന് പോവാറുണ്ട്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ പോവാറുണ്ട്, മുസ്ലിംസ് ആണെങ്കിൽ മെക്കയിലും മദീനയിലും ഒക്കെ പോവാറുണ്ട്. ശരിക്കും നമ്മൾ ആ പോകുന്നത് ശരിക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനല്ലേ. ആ ഒരു പോസിറ്റീവ് എനർജിയെക്കാളും വലിയൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഭിൽവാര അവിടെ നിന്ന് വലത് കാലം എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും. അവിടെ പോയിട്ടുള്ള ഏതൊരു വ്യക്തിയും കണ്ണ് നിറയാതെ പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരില്ല. കാരണം എന്താണ് എന്നുള്ളത് RCMന്റെ വ്യാപ്തി,
എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാകാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുക. കാരണം ഇന്ന് പലരിലും ഡൗട്ട് ഉണ്ടാവും, ഇത് തലമുറകളുടെ ബിസിനസ്സാന്നൊക്കെ മാഡം പറയുന്നു, ആ സാറ് പറയുന്നു, അതൊന്നും മനസ്സിലാവില്ല. പിന്നെ തലമുറകൾ വരെ ഇങ്ങനെ നിൽക്കുമല്ലേ RCM കമ്പനിയിൽ. അങ്ങനെ ഡൗട്ട് ഉള്ളവർ തീർച്ചയായിട്ടും ബിൽവാര പോയി കാണുക. പിന്നീട് നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലാ സംശയങ്ങൾക്കും മറുപടി അവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനിയും ബിൽവാരയ്ക്ക് പോകാനുള്ള ട്രിപ്പുകൾ വരുന്നുണ്ട്, അതിലൊന്ന് പോയാൽ മതി. ഒരുപാട് വ്യക്തികൾ ഇന്ന് RCMൽ വിജയിച്ചിട്ടുള്ളത് ബിൽവാര ഇതുപോലെ പോയി കണ്ട് വിശ്വാസം വന്ന ശേഷം. അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ ഒന്ന് പോയി കാണുക. കാരണം മനസ്സിലാകും എന്താണ് RCMന്റെ പവർ, എന്താണ് കമ്പനിയുടെ പവർ, എന്താണ് അവിടുത്തെ പ്രൊഡക്ഷൻ. ഇതൊക്കെ നേരിൽ കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുകയാണ്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് RCMനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ മൂർത്തി സാറ് നിങ്ങൾക്കൊക്കെ സഫയർ ആവണമല്ലോ. സഫയർ ആവാനുള്ള ടിപ്സ് അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. എനിക്ക് ഇതുപോലെയുള്ള കുറച്ച് നുറുങ്ങ് കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഫുൾ സീക്രട്ട് മൂർത്തി സാറ് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഹരിപ്പാടുകാരെ നേരിട്ട് കണ്ടതിലും നിങ്ങളുടെ ആതിഥേയത്വം നുകർന്നതിലും വളരെയേറെ സന്തോഷം. ഇനി ഒരേ ഒരു ആശംസ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. എല്ലാവരും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കഴിയട്ടെ മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാനായിട്ടും മറ്റുള്ളവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ടും ഒരുപാട് നല്ല സാമൂഹിക ബന്ധങ്ങൾ കൊടുക്കാനായിട്ടും ഒരു നല്ല വ്യക്തിയായിട്ട് ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരേ ഒരു പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഈ കസേരകൾ ഒച്ചിരി ഒന്ന് മുന്നോട്ടിടുവാണെങ്കിൽ കുറെ പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എണീക്കുക. തൊള്ളി സ്വപ്നം എന്ന് പറയാവോ അതോ പേക്കിനാവുന്നതാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. എയർപോർട്ടിൽ പോയിട്ട് നമ്മുടെ ഒരു അനിച്ചാരെ കൊണ്ടുപോയിട്ട് വന്ന അന്ന് വൈകിട്ട് കണ്ട സ്വപ്നം ഒരു പ്ലെയിൻ എന്നെ ഇടിക്കാൻ വരുന്നു റബ്ബർ തോട്ടത്തിൽ കൂടെ. അതിന്റെ പേര് സ്വപ്നം എന്ന് പറയാൻ പറ്റുമോ? അത് പേക്കിനാവണം അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ പറഞ്ഞത്. സ്വപ്നം കാണണം. RCMലൂടെ നിങ്ങൾക്ക് എന്ത് സ്വപ്നത്തോടെ സഹകരിക്കാൻ പറ്റുന്ന ഒരു വലിയ കടലാണ് RCM. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവർക്കുള്ളതാണ് RCM. സാറിന് ലക്ഷ്യമുണ്ടോ അല്ലേ? ഒരു ചെറിയ കഥ പറഞ്ഞ സാറിനെ വിളിക്കാം. പണ്ട് മിക്സർ സ്കൂളാണ്, പിള്ളേരും പഠിക്കുന്ന സ്കൂള്. പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒന്നിച്ച് പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ അവിടുത്തെ സാറ് പിള്ളേരുടെ അംബിഷൻ ലക്ഷ്യത്തെ കുറിച്ച് ചോദിച്ചു. ആദ്യം പെൺകുട്ടികളോടാണ് ചോദിച്ചത്, മോളെ നിനക്കാരാണ്? എനിക്കൊരു എഞ്ചിനീയർ ആണ്. നിനക്കാരാണ്? എനിക്ക് ഡോക്ടറാണ്. പല ആൾക്കാർ പറഞ്ഞു. ലാസ്റ്റ് മേരിയോട് ചോദിച്ചു, മോളെ നിനക്കാരാണ്? സാറേ എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും, ഒരു പെണ്ണൊക്കെ കിട്ടി 2-3 മക്കളെ അമ്മയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. തിരിച്ചിപ്പുറം ചോദിച്ചു, ആൺകുട്ടികൾ ചോദിച്ചു, മോളെ നിനക്കാരാണ്? ഡോക്ടർ, എഞ്ചിനീയർ, ഓരോരുത്തരും. ലാസ്റ്റ് മാത്യുവിനോട് ചോദിച്ചാൽ നിനക്കാരാണോ? സാറേ എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, മേരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാവുന്നതാണ് എന്റെ ആഗ്രഹം. നാട്ടുകാരുടെ സ്വപ്നം സഹകരിക്കാനല്ല RCM വേണ്ടത്, നമുക്ക് നമ്മുടെ ആ സ്വപ്നങ്ങൾ വേണം അല്ലേ? എനിക്കൊരു കാർ വേണം, എനിക്കൊരു വീട് വേണം അല്ലേ? എന്റെ സ്വപ്നങ്ങൾ സഹകരിക്കാൻ എനിക്കൊരു ടീം വേണം. ആ ടീമിനെ ഫോൺ ചെയ്യുന്നവർക്കാണ് RCMലുള്ള വരുമാനം കിട്ടാൻ പോകുന്നത്. ഇല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്കും RCMലുള്ള വരുമാനം കിട്ടുകയില്ല. ആ ടീം വർക്കിന് വേണ്ട എന്തൊക്കെയാണോ അല്ലെ, ആ ടീം വർക്ക് ചെയ്ത ആളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഒഴിഞ്ഞ മനസ്സോടെ, മനസ്സിലൊന്നുമില്ലാതെ കുറച്ച് സമയം കേൾക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വിളമ്പാൻ സാർ തയ്യാറാണ്. സാർ പ്ലീസ് കം. ഇവിടെ തന്നെ നിൽക്കാം. അപ്പൊ എനിക്ക് എല്ലാവരും ശരിക്കും കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇന്ന് ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിൽ വരുന്നവർ എത്ര പേരുണ്ട്? ഫസ്റ്റ് ടൈം RCMയുടെ പ്രോഗ്രാമിൽ വരുന്ന ആളുകൾ. യെസ്, അതില് RCMയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവർ എത്ര പേരുണ്ട്? അങ്ങനെ എത്ര പേരുണ്ട്? 1, 2, അതും 8-10 പേരുണ്ട്. വെറുതെ അല്ല കയ്യടി വരാത്ത. ആദ്യമായിട്ട് നമുക്ക് അവരെ RCM ഫാമിലിയിലേക്ക് RCMകാരുടെ രീതിയിൽ സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം ടു RCM. നമുക്ക് വേണ്ടി മറ്റുള്ളവർ കൈയടിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമോ സങ്കടം തോന്നുമോ? ഹലോ, സന്തോഷം തോന്നുന്നു അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് കൈയടി കിട്ടണമെങ്കിൽ നമ്മൾ കൈയടിച്ച് ശീലിക്കണം. കൈയടിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. RCMന്റെ ഒരു വലിയ പ്രോഗ്രാമില് എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെക്കാൻ ഞാൻ തീരുമാനമെടുത്ത പ്രോഗ്രാമിൽ പോയപ്പോൾ 1000ഓളം ആളുകളുണ്ടായിരുന്നു. 2006-ലാണ്. ഇതിനകത്ത് ആ ഹാളില് 2-3 തെങ്ങുണ്ട്. അതൊരു തിയേറ്റർ ആയിരുന്നു. ആ തിയേറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു തൂണുണ്ട്. അങ്ങനെ ഒരു തൂണിന്റെ അടുത്ത്
ഞാനൊരു കസേരയിൽ പോയി സുഖമായിട്ട് തൂണി ചാരി ഇങ്ങനെ ഇരുന്നു. എൻ്റെ ഇടത്തും വലത്തും ഒക്കെ ഉള്ള ആളുകൾ തലങ്ങും വിലങ്ങും കൈയടിക്കുന്നു, ചിരിക്കുന്നു, കൂകുന്നു, വിസിലടിക്കുന്നു. ഇമാതിരി കോപ്രായം കാണിക്കാൻ എന്താ ഇവിടെ നടക്കണേ? ഞാൻ അനങ്ങിയില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു, കൈയൊന്നും അടിച്ചില്ല. 1 മണിക്കൂർ ഈ പ്രോഗ്രാം കേട്ട് ടെസ്റ്റ് ചെയ്ത് പോകാന്ന് വിചാരിച്ച് പോയതാ. അഖില മാഡം പറഞ്ഞില്ലേ, അവിടെ പോയ തുക്കട കമ്പനി കണ്ടിട്ട് പുള്ളി പരിപാടി അവസാനിപ്പിച്ച് പോരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ്. ഏതായാലും 3 മണിക്കൂറോളം ഇതുപോലെ ആളുകളുടെ അഭ്യാസമൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അവസാനം ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നയാൾ, അദ്ദേഹം റൂബിയാണ് ആയിരുന്നു, ഒരു സർദാർജിയാണ്. സർദാർജി ഒന്നാമത് നല്ല പൊക്കം വണ്ണമൊക്കെ ഉണ്ട്. പൊക്കം വണ്ണം ഒരാളോട് ചിരിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു കാണല്ലോ. ആളുടെ തലയിൽ ഒരു ടർബൻ, ഒരു കെട്ടും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആളെ കാണാനൊക്കെ ഒരു ചന്തമുണ്ട്. പുള്ളി ആദ്യമേ പറഞ്ഞത്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എന്റെ പേരും പറഞ്ഞാണ് നിങ്ങളെ കൊണ്ട് കൈയടിക്കുകയും വിസിലടിപ്പിക്കുകയൊക്കെ വെച്ചത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആർക്കെങ്കിലും ഇഷ്ടക്കേടുണ്ടായെങ്കിൽ ക്ഷമിക്കണം. ആരും കൈവടിക്കണ്ട, ആരും ബഹളം ഉണ്ടാക്കാൻ ചിരിക്കൊന്നും വേണ്ട. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് കേട്ടിട്ട് അതിൽ യുക്തിസഹമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ അറിവും വിദ്യാഭ്യാസവും വിവരവും ലോകപരിചയമൊക്കെ വെച്ച് ഞാൻ പറയുന്നതിനൊന്ന് വിലയിരുത്തിയിട്ട് ശരിയാണ്, യുക്തിസഹമാണെന്ന് തോന്നിയാൽ ഞങ്ങളുടെ കൂടെ പോരുക. അല്ലെങ്കിൽ ഇന്നത്തെ സമയം ബോർഡിൽ വായിച്ചു കളയുക, തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, യെസ്, ഇപ്പോഴാണ് ഒരാളിവിടെ ശരിക്കുള്ള മനുഷ്യൻ വന്നത്. പക്ഷേ അടുത്ത 3 മണിക്കൂർ പതുക്കെ പതുക്കെ ഞാനും കൈയടിച്ചു തുടങ്ങി. പ്രോഗ്രാം കഴിയുമ്പോ കൈയടിച്ച് എന്റെ കൈ ചുവന്നു. ചിരിച്ച് ഇവിടെയൊക്കെ വേദനെടുക്കാൻ തുടങ്ങി. ആ പ്രോഗ്രാമിലാണ് എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇന്നും ആളുകൾക്ക് RCM ചെയ്യാതിരിക്കാൻ കാരണം നമുക്കുള്ള ഒരു തുക്കട ജോലിയാണ്. അന്ന് 2007 ഞാൻ എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെ കാണാൻ RCM ഒന്നുമില്ല. അപ്പൊ എന്താണ് നമുക്ക് RCM നിന്ന് കിട്ടുന്നത്? ഇപ്പോ ഞങ്ങൾക്ക് കിട്ടിയതിന്റെ ഒരു ചെറിയ പങ്ക് അഖിലമാട നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നു അല്ലേ? എന്താണെന്ന് പറഞ്ഞു. 20 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ട് എനിക്ക് സമ്പാദ്യം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പോരുന്ന സമയത്ത് ഒരു 1.5 ലക്ഷം രൂപ എന്റെ PF ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്ന പൈസ ഉണ്ടായിരുന്നു. ഒരു ബൈക്ക് ലോൺ എടുത്ത് വാങ്ങിച്ചൊരു ബൈക്ക്, അതും TVS Max 100R. അത്ര വലിയ കേമപ്പെട്ട ബൈക്കൊന്നുമല്ല, പക്ഷെ അന്നത്തെ ലെവലിൽ എന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബൈക്കായിരുന്നു. RCM വന്നു. ഈരാറ്റുപേട്ട കോട്ടയംകാരനായി ഞാൻ എയർഫോഴ്സിൽ ജോലി വേണ്ടെന്ന് വെച്ച് 1 വർഷം RCM ചെയ്യുന്ന സമയത്ത് എന്റെ സഹോദരിയുടെ വീട്ടിൽ തൃശ്ശൂർ താമസിച്ചു. തൃശ്ശൂർ ജില്ലയിൽ ആദ്യത്തെ പിക്കപ്പ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. 2007-2008 സമയത്ത് 2008-2009 സമയത്ത് ശരിക്കും പറഞ്ഞാൽ അജ്ഞാതവാസം. ആരുമായിട്ട് യാതൊരു ഇടപാടുമില്ല. RCM ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. എയർഫോഴ്സിൽ നിന്ന് പോകുന്ന ആളുകൾ എയർഫോഴ്സിലുള്ളവർ ചോദിക്കും, എന്താ പരിപാടി, ജോലി വല്ലതും കിട്ടിയോ? ഇല്ല. എന്താ RCM, നിനക്ക് വട്ടാണല്ലേ? ഇങ്ങനെ ചോദിച്ച് അവസാനം ഞാൻ എന്ത് ചെയ്തു, എല്ലാവരുടെയും അഡ്രസ് ബുക്കും ഫോൺ നമ്പറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ആരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല. ഏകദേശം ഒരു 2-3 വർഷത്തിന് ശേഷമാണ് RCM എസ്റ്റാബ്ലിഷ് ആയി. ഇന്ന് ഞാൻ തൃശ്ശൂർ താമസിക്കുന്നത് 2011 ഞാൻ 42 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച വീട്ടിലാണ്. ആദ്യമായിട്ടൊരു 4 വീലർ വാങ്ങിച്ചു. ഒരു ഓംനി, സെക്കൻഡ് ഹാൻഡ് ഓംനിയാണ്. അത് വാങ്ങിക്കുന്ന സമയത്ത് ഒത്തിരി അന്വേഷിച്ചു. കാരണം ഓംനിയാണ് അപ്പോഴത്തെ സാഹചര്യം എനിക്ക് ആവശ്യമുള്ളത്. അതൊരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് നോക്കുമ്പോൾ അത്രയധികം പണം മുടക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. 1,45,000 രൂപയ്ക്ക് നല്ലൊരു വണ്ടി കിട്ടാനുണ്ട്, പക്ഷെ അത് വാങ്ങിക്കാൻ എൻ്റെ പൈസ ഇല്ല. അതിനേക്കാൾ മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 1,05,000 രൂപയ്ക്ക് ഞാനൊരു വണ്ടി വാങ്ങിച്ചു, 4 വീലർ. 20 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ട് എനിക്കൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷെ ഞാൻ ആ വണ്ടി വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് ഇൻഡിക്ക വിസ്റ്റ. അതും EV2 വാങ്ങിക്കാനാണ് പോയത്. EV2 അന്നത്തെ ഒരു ചെറിയ വണ്ടിയാണ്. ആ വണ്ടി വാങ്ങിക്കാൻ പോയി. പക്ഷേ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനുള്ള വില വ്യത്യാസമൊക്കെ നോക്കിയപ്പോൾ RCMയുടെ വിശ്വാസമൊക്കെ കണക്കെടുത്ത് എന്നാൽ ഇൻഡിക്ക വിസ്റ്റ ആവട്ടെ വിചാരിച്ചു. 3 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടി. വണ്ടി ഉള്ളവർക്കറിയാം
3 ലക്ഷം കിലോമീറ്റർ. മിനിങ്ങാന്ന് എന്റെ വീട്ടിൽ ഒരാൾ വന്നു എന്റെ വണ്ടിയുടെ ബാറ്ററി മാറ്റാനായിട്ട്. ഈ വണ്ടി കിടക്കുന്ന ചോദിച്ചു, സാറേ ഇത് കൊടുത്തേക്കുന്നോ? ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. എങ്ങനെയുണ്ട് കണ്ടീഷൻ? ഞാൻ പറഞ്ഞു വണ്ടിയിൽ ഞാൻ കയറി ഇരുന്നാൽ മതി, ഡീസലും കാറ്റും ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കോളും. എവിടെ ചെല്ലെന്ന് പറഞ്ഞാൽ പുഷ്പക വിമാനം പോലെയാണ്, അവിടെ പോയി നിർത്തും. ആള് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കി, അടിപൊളിയാണ്, കുഴപ്പമില്ല. എന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു 80 ഓടിയല്ലേ? ഞാൻ ചോദിച്ചു 80? അതെങ്ങനെയാ കണ്ടേ? അല്ല 80 അല്ലേ, ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ആള് വീണ്ടും പോയി ചാവിയിട്ട് അതിന്റെ ഡയൽ നോക്കിട്ടു. 3 ലക്ഷം കിലോമീറ്ററോ ഈ വണ്ടിയോ? നിങ്ങൾ കണക്കൂട്ടി നോക്കാം അതിന് എത്ര രൂപ ചെലവായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വന്നത് ടാറ്റ ഹാരിയറിലാണ്. ടാറ്റ ഹാരിയർ ഞാൻ എടുക്കുമ്പോ കേരളത്തിൽ ടാറ്റ ഹാരിയർ ഇല്ല, 2 വണ്ടിയേ ഉള്ളൂ. ആ സമയത്ത് കേരളത്തിലേക്ക് അലോട്ട് ആയിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള ഒരു ഷോറൂമില് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട 2 വണ്ടി വന്നതാണ്. ആ 2 വണ്ടിയും നമ്മൾ ആർസിയംകാർ തന്നെയാണ് എടുത്തത്. ഒന്ന് എനിക്ക് കിട്ടി, ഒന്ന് തിരുവനന്തപുരത്തുള്ള ബിനുസാറാണ് എടുത്തത്. ആ വണ്ടി വാങ്ങിച്ചതും അങ്ങനെയാണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ ആർസിയം നമ്മളെ എവിടെ എത്തിക്കും എന്നുള്ളതാണ്. സർവീസിലിരിക്കെ എന്റെ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തിട്ട് ആ ലോൺ സാങ്ഷൻ ആകാൻ എനിക്ക് 3 മാസം സമയം വേണ്ടി വന്നു. കിട്ടിയ DD എന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്. DD കിട്ടുന്നത് ഏജൻസിയുടെ പേരിലാണ്. അവിടെ കൊണ്ട് കൊടുത്തിട്ട് അയാൾ വീണ്ടും അത് 1 മാസം വെച്ച് താമസിപ്പിച്ചു. കാരണം എന്താ, അത് കൊടുത്താലേ ബുക്ക് ചെയ്യുള്ളൂ. ബുക്ക് ചെയ്തിട്ട് വണ്ടി വരാൻ സമയം തരും. 4 മാസം എനിക്ക്. ഈ 4 മാസം ഞാൻ പലിശ കൊടുത്തോണ്ടിരിക്കുകയാണ് ലോണിന്. വണ്ടി കിട്ടിയില്ല. പക്ഷേ ആർസിബില് വണ്ടി എടുക്കാറായപ്പോൾ ഇതിന്റെ കൊട്ടേഷൻ ഫോൺ വിളിച്ചു. അവർ കൊട്ടേഷൻ എനിക്ക് അയച്ചു തന്നു വാട്സാപ്പില്. വാട്സാപ്പില് പേയ്മെന്റ് വരുന്ന അക്കൗണ്ടില് ഓൺലൈൻ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. എന്താ, യുവർ പേഴ്സണൽ കോൾ വന്നു. സാറിന് ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു യെസ്. എന്തിനാണ്? ഒരു വണ്ടി വാങ്ങിക്കണം. ഏത് വണ്ടിയാണ്? വണ്ടിയുടെ പേര് പറഞ്ഞു. എത്ര രൂപ ലോൺ വേണം? ഇത്ര വേണം. ബാക്കി പൈസ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. കൊട്ടേഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, കൊട്ടേഷൻ അയച്ചു തന്നോളൂ, ബാക്കി പ്രോസസ് ചെയ്യാം. എത്ര സെക്കൻഡായി? 30 സെക്കൻഡ്സ്. വാട്സപ്പ് ആ നമ്പറിലേക്ക് ഞാൻ കൊട്ടേഷൻ അയച്ചു കൊടുത്തു. കൊട്ടേഷൻ അയച്ചു കേട്ട് അവർ കണക്ക് കൂട്ടിയിട്ട് വീണ്ടും തിരിച്ചു വിളിച്ചു. ഇത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇത്ര രൂപ ലോൺ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആയി. വണ്ടിക്കാരുടെ ഷോറൂമിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അപ്പൊ തന്നെ വന്നു, സാർ അന്ന് തന്ന കൊട്ടേഷന്റെ ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇന്ന വണ്ടിയല്ലേ? അതെ. സാർ എപ്പോഴാ വണ്ടി എടുക്കാൻ വരുന്നേ? ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ വരുന്നില്ല, വണ്ടി കാണണ്ടേ. ഞാൻ പറഞ്ഞു എന്ത് കാണാനാ, ഇപ്പൊ ലോഞ്ച് ചെയ്ത വണ്ടിയാണ്, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കളറാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വണ്ടി നിങ്ങളുടെ തന്നെ. ഇനി വണ്ടി എന്ത് കാണാനാ? വണ്ടി കൊണ്ടുവന്ന് തരാമെന്നുള്ള എഗ്രിമെന്റിലാണ് ഞാൻ കൊട്ടേഷൻ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. അപ്പൊ സാറിന്റെ അഡ്രസ് തന്നോളൂ. എവിടെയാണ് സ്ഥലം? ഞാൻ പറഞ്ഞു തൃശ്ശൂരാണ്. തൃശ്ശൂരോ? വണ്ടി എവിടെയാ? തിരുവനന്തപുരത്ത്. ഞാൻ പറഞ്ഞു യെസ്. അത് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. വണ്ടി രജിസ്റ്റർ ചെയ്ത് റെഡിയാക്കി എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ട് നിട്ടപ്പോഴാണ് ഞാൻ വണ്ടി കാണുന്നത്. അതാണ് ആർസിബിന്റെ ട്രാൻസ്ഫോർമേഷൻ. ഇത് എനിക്ക് കിട്ടിയ ഒരു നേട്ടം. മറ്റേ ഒരു നേട്ടമാണ് എനിക്ക് ഇപ്പോ പറയാനുള്ളത്. ഹെൽത്ത്, ആരോഗ്യം. ആർസിബിന്റെ ഒരു പ്ലാൻ ബുക്ക് ഉണ്ട്. എത്ര പേരുടെ കയ്യിലുണ്ട് പ്ലാൻ ബുക്ക്? യെസ്, ഭൂരിപക്ഷം ആളുകളുടെയും കയ്യിലുണ്ട്. ആർസിബിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഹെൽത്ത് എന്നാണ്. ശരിയല്ലേ? ഒരു 2 വർഷം മുമ്പ് വരെ ആളുകൾക്ക് ആരോഗ്യത്തെ കുറിച്ച് അറിയില്ലായിരുന്നു, ശ്രദ്ധിച്ചിരുന്നില്ല. ആരോഗ്യത്തെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയാ? രോഗമില്ലാത്ത അവസ്ഥ എന്നാലും പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു രോഗമില്ലെങ്കിലും ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൂക്കും വായൊക്കെ മൂടിക്കെട്ടി നമ്മൾ നടക്കുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് നമുക്കിത് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ശരിയാണോ? രോഗപ്രതിരോധ ശക്തി ഇത് അളക്കാനുള്ള ഒരു യന്ത്രമില്ലാത്തതാണ് എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇന്നാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 1.5-2 വർഷമായിട്ടാണ് ആളുകൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ആർസിഎം തുടങ്ങിയ കാലം മുതൽ ആർസിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ആർസിഎം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇവിടെ ധാരാളം പുതിയ ആളുകളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, മായവും കലർപ്പും ഇല്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന തുല്യ ഉപയോഗം സാധ്യമാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് മാർക്കറ്റിംഗ് പ്രസ്ഥാനമാണ് ആർസിഎം.
ഒരല്പം നീളമുള്ള സെന്റൻസ് ആണ്, പക്ഷെ ഇതിനെ ഒന്ന് വ്യാഖ്യാനം ചെയ്താൽ ആർസ്യം ഫുള്ളായി. വേറെ ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഇന്ന് PVMF ഉപയോഗിച്ച ആളുകൾ എത്ര പേരുണ്ട്? PVMF നോക്കൂ, ഹാർഡ്ലി 10% ആളുകൾ. എന്താണ് PVMF? എന്തോ ഒന്ന് പറഞ്ഞു, എന്നോടാണോ? ബോർഡ് കാണോ എല്ലാവർക്കും? നമുക്ക് ബോർഡ് ഇവിടെ എടുത്ത് വെച്ചാലോ? ഒന്ന് ഹെൽപ്പ് ഈ കസേര മാറ്റിട്ട്. ഇതെല്ലാം ഒന്നിച്ചാണ്, മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമാവും. താങ്ക് യു. ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ: പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങളെ കൊണ്ടാണ്, ടിഷ്യൂസ്. ആ ടിഷ്യൂസിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് പ്രോട്ടീൻ. അതായത് നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ മൺകട്ട കൊണ്ടും കട്ട കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയാ കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ടും കരിങ്കല്ല് കൊണ്ടും നമുക്ക് ഭിത്തി കെട്ടാം, ശരിയല്ലേ? ഏതിനായിരിക്കും ഉറപ്പ് കൂടുതലുള്ളത്? കരിങ്കല്ലിനായിരിക്കും. മൺകട്ടയ്ക്ക് ഉറപ്പ് കുറവായിരിക്കും. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരം കാലിന്റെ നഖവും എന്താ പറയാ തലച്ചോറും കണ്ണും എല്ലാം എല്ലും ഒക്കെ കോശങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ കോശങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കാലിന്റെ നഖത്തിന്റെ കോശം ബ്രെയിനിന് പറ്റില്ല, ബ്രെയിനിന്റേത് കണ്ണിന് പറ്റില്ല. അപ്പൊ ഈ കോശങ്ങൾക്ക് വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതി അല്ലെങ്കിൽ പ്രവർത്തനമൊക്കെ വളരെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. ഉണ്ടോ? ഒന്നുമില്ല. ഈ ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാൻ വേണ്ട ഇന്ധനം എന്താണ്? അതില് പ്രധാനപ്പെട്ടതാണ് പ്രോട്ടീൻ, മറ്റൊന്ന് വൈറ്റമിൻ, മറ്റൊന്ന് മിനറൽ, അടുത്തത് ഫൈബർ. ഈ 4 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുണ്ട്, പ്രധാനപ്പെട്ട ഒത്തിരി ഉണ്ട്. 7 ഘടകങ്ങൾ നമ്മൾ പറയും. അതിൽ മറ്റൊന്ന് വെള്ളമാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര വെള്ളം കുടിക്കണം? ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം ചോദിക്കുമെന്ന് വിചാരിച്ച ആളുകൾ ഇങ്ങനെ താഴ്ത്തു നോക്കുകയാണ്. 5 ലിറ്റർ. 5 ലിറ്റർ ആണ് സാർ പറയുന്നത്. എത്ര കുടിക്കണം? 7 ലിറ്റർ. 7 ലിറ്റർ 6 3. ഓക്കെ, ഇതൊക്കെ പറയുന്നത് ഇപ്പൊ പറഞ്ഞ കേട്ടിൽ ഏറ്റവും കുറവ് 3 ആണ്. 3 ലിറ്റർ വെള്ളം ദിവസം കുടിക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് പറയുമ്പോഴാണ് ബോഡി സ്കാനർ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഇവിടുന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരാളെ ഒന്ന് ബോഡി സ്കാൻ ചെയ്തിട്ട് ആ ലെവൽ ഒന്ന് പറഞ്ഞു തരാം. കളി ഞാൻ കാണിച്ചു തരാം. ശരീരഭാരത്തിന് 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ നമ്മൾ വെള്ളം കുടിക്കണം. സാധാരണ നമ്മുടെ വീട്ടിൽ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് 100 മില്ലി അല്ലെ 150 മില്ലിയാണ്. ചായ ഗ്ലാസ്സിനകത്ത് നിറച്ചെടുക്കില്ല. ചായ കുടിച്ച് കഴിയുമ്പോൾ അവസാനം ഇച്ചിരി വെള്ളം മിച്ചം വെക്കും, അല്ലേ? ഇതുപോലെയാണ് വെള്ളം കുടിക്കുമ്പോഴും സാധാരണഗതിയിൽ നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നത്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കും, 1 ചായ കുടിക്കും. ഇടയ്ക്ക് ഇതുപോലെ വെയിലൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴേ വെള്ളം കുടിക്കാറുള്ളൂ. ഊണ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം 1 ഗ്ലാസ് വെള്ളം അല്ലെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ വൈകുന്നേരം 1 ചായ കുടിച്ചു. രാത്രി അത്താഴം കഴിക്കുമ്പോഴും 1 ഗ്ലാസ് വെള്ളം അല്ലെ 1.5 വെള്ളം കുടിച്ചു. ഇത്രയല്ലേ കുടിക്കാറുള്ളത് സാധാരണഗതിയിൽ. എന്ന് പറഞ്ഞാൽ 10 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1.2 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ താഴെ വെള്ളം മാത്രമേ സാധാരണ നമ്മളൊക്കെ കുടിക്കാറുള്ളൂ. പ്രത്യേകിച്ച് പുറത്തു പോകാതെ വീട്ടിലിരിക്കുന്ന ആളുകൾ. പുറത്തു പോകുമ്പോൾ എന്താവും? കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദാഹം തോന്നുന്നു, നമ്മൾ കുടിച്ചെന്നിരിക്കും. ഇനി സ്ത്രീകള്, പെൺകുട്ടികള്, പുറത്തു പോകുന്നവര്, അത് പഠിക്കാൻ സ്കൂളിൽ പോകുന്നവരാട്ടെ, കോളേജിൽ പോകുന്നവരാട്ടെ, ജോലി ചെയ്യുന്നവരാട്ടെ, കഴിയുന്നതും വെള്ളം കുടിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ശരിയാണോ? കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണം, അല്ലേ? ആണുങ്ങൾ എവിടെയെങ്കിലും വഴിയിൽ പോയി നിന്ന് പോസ്റ്റിന്റെ സൈഡിലൊക്കെ കാര്യം സാധിക്കും. അതിനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ ലോകം ഇത്രയും മാറി ഇമ്പ്രൂവ്മെന്റ് ആയി. പക്ഷെ നല്ല ശൗചാലയങ്ങളില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു പോരായികാട്ട് നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ചെന്നാൽ സ്ത്രീകൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന്റെ താക്കോല് അവിടുത്തെ മാനേജറുടെ കയ്യിലായിരിക്കും. അപ്പൊ അവിടെ ചെന്ന് അവിടെ വെച്ച് ചോദിക്കാനുള്ള സങ്കോചം കൂടെ ഓർക്കുമ്പോൾ KSRTC ജോലിയുള്ള കണ്ടക്ടർ പറയുന്നതാണ്, താക്കോല് അങ്ങനെയുള്ള മേശപ്പുറത്താ, അവിടെ പോയി ടോയ്ലറ്റിന് താക്കോല് മേടിക്കാൻ പോകുമ്പോൾ ആളൊന്ന് നോക്കും. ഇതെല്ലാവർക്കും ഉള്ള സംഗതിയല്ല, നമ്മൾ എന്തിനാ പഠിക്കുന്നേ?
പക്ഷെ ആ മടി, ആ സങ്കോചം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിഭേദം ടോയ്ലറ്റിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതല്ല നല്ലത്, വെള്ളം കൂടി വേണ്ടെന്ന് വെക്കും. സത്യം പറഞ്ഞാൽ ഭൂരിപക്ഷം സ്ത്രീകളും വെള്ളം കുടിക്കുന്നത് തീരെ കുറവാണ്. ശീലിച്ചതേ പാലിക്കൂ. സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കൊച്ചു കുട്ടിയെ നിങ്ങൾ സ്കൂളിൽ വിടുന്ന സമയത്ത്, അംഗനവാടിയിൽ വിടുന്ന സമയത്ത്, 1ാം ക്ലാസ്സിൽ വിടുന്ന സമയത്ത് ഒരു ബാഗും ഒരു കുടയും ടിഫിനും അതിനകത്തൊരു വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കും, ശരിയല്ലേ? പക്ഷേ കുട്ടി മുതിർന്നു വരുമ്പോൾ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വെള്ളക്കുപ്പി കൊണ്ടുപോകുന്ന പരിപാടിയില്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന പരിപാടിയില്ല. ശരിയാണോ? വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഭൂരിപക്ഷം. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും സാധാരണമായിട്ടുള്ള ശരീരത്തിലെ മാലിന്യങ്ങളെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ശരീരം ശുദ്ധമായിട്ടിരിക്കാൻ, അസുഖം വരുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളുടെ തോത് വർദ്ധിക്കുമ്പോഴാണ് അസുഖം വരുന്നത്. അപ്പോൾ ശരീരം ആൽക്കലൈൻ സ്വഭാവമാണ് വേണ്ടത്, പക്ഷേ ആസിഡിക് നേച്ചറിലേക്ക് വരും മാലിന്യങ്ങളുടെ തോത് വർദ്ധിക്കുമ്പോൾ. അതിനെ കൺവേർട്ട് ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്നതാണ് വെള്ളം. മറ്റൊന്ന് കാർബോഹൈഡ്രേറ്റ്, അന്നജം. 7 ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിന്. അതില് ഒന്ന് വെള്ളം, വാട്ടർ, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, പിന്നെന്താണ്? ഫാറ്റ്. ഫാറ്റ്, യെസ്. വെള്ളത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഓരോ ഘടകങ്ങളെ കുറിച്ചും പറയാൻ ഒത്തിരി മണിക്കൂർ പറയാനുണ്ട്, പക്ഷേ വളരെ വിശദമായിട്ട് പറയാൻ സമയമില്ല. എന്താണ് PVMF ചോദിച്ചപ്പോൾ അത് പറയാൻ വേണ്ടി പറയുന്നതാണ്. അടുത്തത് കാർബോഹൈഡ്രേറ്റ്. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം തരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. ഇവിടെ ഇരിക്കുന്ന ഒരു 45-50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളൊക്കെ പണ്ട് സ്കൂളിൽ പോയിരുന്നതും എല്ലാ കാര്യങ്ങൾക്കും നടന്നു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, ശരിയല്ലേ? വീട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ മുളക് അരിക്കുക, വെള്ളം കോരുക, വിറക് വെട്ടുക, തുണി അലക്കുക, ഇതെല്ലാം ശരീരത്തിന് ആയാസമുള്ള ജോലികളായിരുന്നു. അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ചെയ്യുന്ന എല്ലാ ജോലിയും, ഈവൻ നമ്മുടെ എന്താ പറയാ പഴയ സിനിമയില്ലേ, ജയന്റെയൊക്കെ സിനിമയിൽ അവര് ലോറി ഓടിക്കുന്നത് കാണിക്കുന്നില്ലേ? ലോറി ഓടിക്കുമ്പോൾ അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പോഴോ ദാ ഇങ്ങനെ ചെറുകിടന്ന് തിരിച്ചാൽ മതി. ഒരു തയ്യൽ മെഷീനിൽ പോലും മോട്ടോർ ഫിറ്റ് ചെയ്തു, മിക്സി, അലക്കാനും കുളിക്കാനും, ഇതിന് കുളിപ്പിച്ച് തരാൻ പോലും വരെ ഇന്ന് മെഷീനായിട്ടാണ്. ആയാസം നമുക്ക് ആവശ്യമില്ല. പക്ഷെ പണ്ട് വീട്ടിൽ ഭക്ഷണം കുറവായിരുന്നു, ഇപ്പോ ഭക്ഷണം കൂടുതലാണ്, ശരിയാണോ? അതായത് പണ്ട് അരി അളന്നിട്ട് വീട്ടിൽ 5-6 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എത്ര പേർക്ക് എത്ര ഗ്ലാസ് അരി വേണം, അരി അളന്ന് വെച്ചിട്ട് അതിൽ ഒരു പിടി തിരിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം എത്ര പേർക്ക് അറിയാം? പിടിയരി. യെസ്. ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് അറിയില്ല എന്താ സംഭവം. ഇപ്പൊ നമ്മളെങ്ങനെ അരി അളന്നേ? ആ 5 കിലോയുടെ മട്ടയുടെ ചാക്കി കൊണ്ടുവരും, എന്നിട്ട് അതിന്റെ മൂലക്ക് മുറിച്ചിട്ട് എന്താ പറയുക ചെരുവത്തിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയിടും. ഇത് ഇട്ടിട്ട് നോക്കും, മതിയോ? ഉച്ചവരെ കടന്നോട്ടെ, ശരിയല്ലേ? ഈ ചോറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവസാനം രാവിലെ കഴിക്കാൻ ആർക്കും നേരമില്ല. ഉച്ചയ്ക്ക് പോകുമ്പോൾ ചെറിയൊരു പൊതി ജോലിക്കോ സ്കൂളിലൊക്കെ പോകുന്നവർ കൊണ്ടുപോകും. രാവിലെ വെച്ച ചോറ് അങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരമാണ് നമ്മൾ ശരിക്കൊന്ന് കഴിക്കുന്നത്, അല്ലെ? അപ്പോഴാണ് എല്ലാവർക്കും ഒന്നിച്ച് കിട്ടുക. അപ്പൊ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു, ഉച്ചക്ക് ഉണ്ടാക്കിയതും വൈകുന്നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയതും പിന്നെ നേരത്തെ ഫ്രിഡ്ജിൽ കരുതി വെച്ചിരിക്കുന്നതും എല്ലാം കൂടെ കൂട്ടിയെടുത്ത് ആ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കും. കറക്റ്റ് ആ ടിവിയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും. ആ ടിവിയിൽ ആ സമയത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ടാവും. എന്താ അതിന്റെ പേര്? അതല്ലേ? എന്നിട്ട് ഈ പ്ലേറ്റിനകത്ത് ഇങ്ങനെ മല പോലെ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ജാഥ പോകുന്ന പോലെ പോകും, ഒന്നും അറിയില്ല എന്താ സാധനം. അങ്ങനെ കഴിച്ചിരിക്കുമ്പോഴാണ് അമ്മ പറയാം, മോനെ ഇച്ചിരി ചോറ് തരട്ടെ. വേണ്ടമ്മേ. ചേട്ടൻ ചോറ് തരട്ടെ. എനിക്കും വേണ്ട. എന്നാ പിന്നെ എന്ത് ചെയ്യും? ശരിയാണോ? ചേച്ചിമാരെ കുറ്റം പറയുന്നതല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ചതാണ്, ഭക്ഷണം ഉണ്ടാക്കിയതാണ്, കളയരുതല്ലോ എന്ന് വിചാരിച്ച് കളയുന്നതിന് പകരം, ശരിയല്ലേ? എങ്ങനെയല്ലേ? ഹലോ, യെസ്. ഈ കാർബോഹൈഡ്രേറ്റ്, അന്നജം ജോലി ചെയ്യുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക്, എനർജി ഉപയോഗിക്കുന്നവർക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിച്ചു ശീലിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാർബോഹൈഡ്രേറ്റ് ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ നോ എനർജി ഇസ് റിക്വയർഡ്, മിനിമം മതി. കാരണം ആയാസമുള്ള ഒരു പണിയും ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. നമ്മുടെ കൊച്ചിനെ സ്കൂളിൽ വിടുന്നത് 500 മീറ്റർ ദൂരെയാണെങ്കിലും ഓട്ടോറിക്ഷ വരണം. ഓട്ടോറിക്ഷ വന്നില്ലെങ്കിലോ? ഇന്ന് ഓട്ടോറിക്ഷ വന്നില്ല, അതുകൊണ്ട് കൊച്ചു സ്കൂളിൽ പോയി, ശരിയാണോ? അപ്പൊ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കണ്ടമാനം കഴിക്കുന്നു. അപ്പോ എന്നാൽ ഇന്ന് ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട്
സാർ ഒറ്റയ്ക്കാണോ വന്നത്? ഫാമിലി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ രാവിലെ എത്രണ്ണം കഴിക്കും? 4 കഴിക്കുള്ളൂ. 4 കഴിച്ച് നല്ല ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് 4 കഴിച്ച് മതിയാക്കുമ്പോൾ ചേച്ചി ചോദിക്കും, അതെന്നാ 4 ഒരെണ്ണം കൂടെ വെക്കട്ടെ, ചമ്മന്തി ശരിയായില്ല, എന്നാ ഒരെണ്ണം കൂടെ തന്നേക്കാൻ മതി. ശരിയല്ലേ? കാരണം നന്നായിട്ട് വിഷം ഉണ്ടാക്കി തന്നാണ് 4 കഴിച്ച് ചേട്ടൻ ഒരെണ്ണം കൂടെ കഴിക്കുന്നു പറയുമ്പോ, ഓ മതി 4 മതി, സാമ്പാർ ഇഷ്ടമായില്ലേ? ഇഷ്ടമായി, എന്നാ ഒരെണ്ണം കൂടെ കഴിച്ചോ? ശരി ആയിക്കോട്ടെ കഴിക്കട്ടെ. ഇന്ന് ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ചേട്ടൻ നാളെ ചെന്നിട്ട് 3 എണ്ണത്തെ നിർത്തി, എന്താവും അംഗം? ശരിയല്ലേ? ഇവിടെ ഫാമിലി ആയിട്ട് എത്ര പേര് വന്നിട്ടുണ്ട്? ഹസ്ബൻഡും വൈഫും ആയിട്ട് വന്ന ആളുകള്. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം ആർസികളിൽ കിട്ടുന്ന അസുഖങ്ങളെ വിളിച്ചു വരുത്തും. നോൺ വെജിറ്റേറിയൻ, അത് മുട്ടയാണെങ്കിലും ഏത് തരത്തിലുള്ള മീറ്റാണ്. ഉദാഹരണമായിട്ട് ഒരു ഒളിച്ചോട്ടത്തെ കുറിച്ച് രായപ്പ സാർ പാട്ട് പാടിയിട്ടുണ്ട്. കറക്റ്റ് 12 പഠിക്കലോട്ടു എത്തും ഇന്ദുമുഖീനി ഇന്ന് രാത്രി സ്റ്റാൻഡിലെത്തേണം, സൂപ്പർ ഫാസ്റ്റിൽ കയറേണം, കറക്റ്റ് 12 പഠിക്കലോ. ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ, ഒത്തിരി പാട്ടുകളുണ്ട്. നമുക്കറിയാം ഈ ദുഃഖത്തെ ഹാസ്യവൽക്കരിച്ചത് രായപ്പ സാർ. ഈ തള്ളക്കോഴി മരിച്ചു കിടക്കുമ്പം പെടക്കോഴി മകള് കോഴി വന്ന് കരയുന്നൊരു പാട്ടുണ്ട്. വൃദ്ധയാങ്കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ, ഇതാ ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ഇതിന്റെ ഒറിജിനൽ പാട്ട് സാറിന് അറിയാം. മറ്റൊരു സീതൻ വൃദ്ധയാങ്കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ, ഇതാ ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. തികയുവാൻ വയ്യാത്ത എൻ പ്രിയ തള്ളയുടെ ചിറകുകളീ വിധം നീയൊടിച്ചു. ആനയല്ലോ അയ്യോ, ആനയല്ലോ സിംഹവുമല്ലോ, കേവലനാം ഒരു കുറുക്കൻ. വൃദ്ധയാങ്കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ, ഇതാ ശത്രുവാങ്കാട്ടിലെ കുറുക്കൻ. ഇങ്ങനെയുള്ള രായപ്പ സാറിന്റെ പാട്ട് എന്നാൽ ഒത്തിരി ദിവസം വേണ്ടി അത്ര അധികം കഥകളും പാട്ടുകളും ഉണ്ട്. എന്തായാലും ഞാനൊരു നല്ല പാട്ട്, ഇപ്പോഴും നല്ല പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്, മറിച്ചിട്ടുള്ള പാട്ട് പാടാതെ. എനിക്ക് നാടകഗാനങ്ങൾ, ഈ സിനിമയേക്കാൾ ഉപരി നാടകഗാനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. നാടകവും ഇഷ്ടമാണ്. സിനിമയേക്കാൾ ഒരുപടി മേളിൽ എനിക്ക് നാടകമാണ് ഇഷ്ടം. അപ്പോൾ നാടകത്തില് താരാട്ട് പാട്ടിന്റെ ഈണത്തിലുള്ളൊരു പാട്ടുണ്ട്. നല്ല പാട്ട് പാടുന്ന പേരെങ്ങനെ? ജാരീഷ് സാറ് തെറ്റിദ്ധരിക്കരുത്, കാരണം നിങ്ങളൊക്കെ നല്ല പാട്ട് പാടുന്ന ആൾക്കാർ. ഞാനൊരു പാട്ട് പാടാൻ ശ്രമിക്കേണ്ടത് ആ നാടകത്തിലെ ഒരു പാട്ടാണ്, താരാട്ട് പാട്ടിന്റെ ഈണത്തിലുള്ളൊരു പാട്ട്. ഒളിച്ചോടി പോണോ തോന്നണോ, ഉയരെ കയറുന്നു പ്ലാവിണ്ടു ഒളിച്ചോടി പോണോ തോന്നണോ, മദറേ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ, ഒളിച്ചോടി പോണോ തൂങ്ങണോ,
മദരേ നിങ്ങളെന്റെ മുടി ശ്രദ്ധിച്ചു, ശരിക്കും എന്റെ മുടികൾ ശ്രദ്ധിച്ചു. ഒരു 10-15 വർഷം കൊണ്ട് സ്റ്റേ ചെയ്യുന്ന ഞാനാണ്. കാണുന്നു, ശ്രദ്ധിക്കുന്നു, എല്ലാം ഒപ്പം കാണുന്നു. ഇടയ്ക്കൊക്കെ നിറച്ചത് കണ്ടോ, ഇടയ്ക്കൊക്കെ നിറച്ചത് കണ്ടോ, എന്റെ കണ്ണടം കറുത്തത് കണ്ടോ, നാമൊരു കുറഞ്ഞത് കണ്ടോ, എന്റെ നെയ്യൊക്കെ മെലിഞ്ഞത് കണ്ടോ. എന്തൊക്കെ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ, കൊടുക്കിട്ടു തോന്നി ചാകണോ ഓടി പോണോ താഴത്ത് നീയൊന്ന് പാടടി പൂങ്കുയിലേ. ഇതുപോരാ, എക്സസൈസ് കൂടാ. ഡാൻസ് കളിക്കാൻ അറിയാമോ? പൊന്നാലും പൂന്തേനെ വിരിഞ്ഞു പെണ്ണും വീണെ കണ്ണാലും പെണ്ണാലും ഞാൻ സ്വപ്നം കണ്ടേ ഒന്ന് തന്നെയും തൊട്ടേ ഒന്ന് കണ്ടാലും കൊന്നേ മഴവിൽ കണ്ടം പേര് ഇനി കണ്ടാലും നീ കൊണ്ടേ തീരം വിജയമേ തീരും തീരമേ ഉറുമ്പ് കരണ്ടേ हमको तुझसे प्यार जैसे जिसको जिंदगी में मिलेंगे दोबारा। दीवानी हमको तुझसे प्यार जैसे जिसको जिंदगी में मिलेंगे दोबारा। जानिए जाना दीवाना में दीवाना रवि रवि नादी जोड़ी में तेरा हीरो। जानिए जाना दीवाना में दीवाना रवि रवि नादी जोड़ी में तेरा हीरो। करना प्यार करिए दिल से जिंदगी मूर्ति सारे डांस करना कन्ने पापा ये नलु पापा सलाले माता को चला पछे नीले के दीदी पे जिनाद लगे अडयाल तेले कृष्ण आसे गडे गोटे कादल गंगा बात दी तो नील पाट लो पार जगन आटे अदे हंडो बेसेंदो जिसको भैया याद दिखा कर कोई तो बना मन मन बोल तो कोई
കണ്ണാളെ പെണ്ണാളെ ഒരു അമ്മയിൽ കട്ടോട്ടെ ഒരു കുട്ടിക്കാവിക്കുന്നട്ടെ മഴയിൽ കണ്ടു തുണികണ്ടാലും ചിങ്ങാരം തീരമ്പേ വീടല്ല കടമ്പേ തീരുന്നു തീരമ്പേ കുരുമ്പി കരുമ്പേ. Thank you.